അവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുകയും എന്നാൽ ഇവരുടെ സംഘടന രൂപീകരണത്തിന്റെ ഉദ്ദേശം വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് പുറകോട്ട് പോരുകയും ചെയ്തു. അതായത് സംഘടന രൂപീകരിച്ച മൗലവിമാർ ആദ്യം വന്ന് പറയണം, ഇത്രയും കാലം ഇവിടെ ജീവിച്ചൊരു മുഴുവൻ മുസ്ലിങ്ങളാണ്, ഇത്രയും കാലം ഇവിടെ ജീവിച്ചൊരു മുഴുവൻ മുസ്ലിങ്ങളാണ്, നമുക്ക് തൗഹീദ് വലിയ പിഴവറ്റിട്ടുണ്ടെന്നാണ്. റസൂലുള്ളാഹി തങ്ങളുടെ നിങ്ങൾക്കറിയോ മദീനത്ത് പോയ ആൾക്കാരുണ്ടാവും അല്ലേ? മസ്ജിദുൻ നബവിയിൽ പോയവരില്ലേ? മസ്ജിദുൻ നബവിയിലെ മിമ്പർ കണ്ടവരില്ലേ? മസ്ജിദുൻ നബവിയിലെ മിഹ്റാബ് കണ്ടവരില്ലേ? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴയ പള്ളിയുടെ മിഹ്റാബും മിമ്പറും ഒന്ന് സ്വകാര്യമായി പോയി നോക്കിയാൽ, സൂക്ഷ്മമായി ഒന്ന് പരിശോധന നടത്തിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, ഇത് മസ്ജിദുൻ നബവിയുടെ മിഹ്റാബ് പോലെയുണ്ടല്ലോ, ഇത് മസ്ജിദുൻ നബവിയുടെ മിമ്പർ പോലെയുണ്ടല്ലോ. അതായത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു കൂട്ടരും കൊണ്ട് മസ്ജിദുൻ നബവി റസൂലുള്ളാഹി ഉണ്ടാക്കിയ, റസൂലുള്ളാഹിക്ക് നിർമ്മിക്കപ്പെട്ട റസൂലുള്ളാഹി ഖുതുബുൽ മിമ്പർ, അവിടെ നിസ്കരിച്ച മിഹ്റാബ് അത് അതേമാതിരി ഇവിടെ ഉണ്ടാക്കി. അതിന് പോലും അവര് സ്വന്തമായി ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? പഴയ പള്ളിന്റെ നമ്മുടെ മിഹ്റാബില്ലേ, ആ ചെറിയ മിഹ്റാബ്, ഇമാമിന് ഫുള്ള് നിൽക്കാൻ കഴിയില്ല. ഇമാമ് പുറത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ ചുമരിന്റെ അവിടെ അല്ലേ? നിങ്ങൾക്ക് പഴയ പള്ളിയൊക്കെ പൊളിച്ച് നമ്മളൊക്കെ വാർത്തയില്ലേ? ആ മിഹ്റാബല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി? പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. ഈ മിഹ്റാബ് നിസ്കരിച്ച മിഹ്റാബ് ഇന്നും മദീനത്തെ പള്ളിയിലാ തന്നെ. അതുപോലും അവരിവിടെ അതേമാതിരി ഉണ്ടാക്കി. അതായത് ആ ദീൻ അങ്ങനെ തന്നെ അവിടെ കൊടുക്കും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം നമ്മൾ സാന്ദർഭികമായി പറയട്ടെ. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെ നിർമ്മിച്ച പള്ളികളിൽ ഒരു പള്ളിയിലും സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള ഒരു പ്രത്യേക ഹാള് നിർമ്മിച്ചത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളുണ്ടാക്കിയതാണ്, നമ്മളല്ല ഉണ്ടാക്കിയതാണ്. പള്ളിന്റെ ഇത് ഓൺലി ലേഡീസ്, ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള ബാത്റൂമാണ്, ഇത് സ്ത്രീകൾക്ക് പ്രത്യേകമായുള്ള നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. ഇതൊക്കെ പുറത്താറുണ്ട്. അത് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു കൂട്ടം നിർമ്മിച്ച പള്ളിയിലും അതില്ല. മനസ്സിലാകണ്ടോ? ഈ അവിടെ നിന്നോട്ട് തുടർന്ന് പോന്ന പൊന്നാനി മഹദൂമാരിലൂടെ കടന്നു വന്ന, മമ്പുറം തങ്ങന്മാരിലൂടെ കടന്നു വന്ന, ആലി മുസ്ലിയാരിലൂടെ കടന്നു വന്ന, വാരിയം കുന്നത്തിലൂടെ കടന്നു വന്ന പരിശുദ്ധമായ കേരളീയ മുസ്ലിം പൈതൃകം, ഈ മുസ്ലിം പാരമ്പര്യത്തിൽ ജീവിച്ചവർ മുഴുവനും മുശ്രിക്കുകളാണ്. അവർക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ കേരളത്തിൽ ആദ്യമായി സംഘടന രൂപീകരിച്ചു വക്കം മൗലവിയും KM മൗലവിയൊക്കെ ഇവിടെ ഈ റോഡിൽ വെച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയും രൂപീകരിക്കുകയും ചെയ്ത ഐക്യ സംഘം എന്ന പേരിൽ സംഘടനയുണ്ടാക്കി. പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയാക്കി മാറ്റി. ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രഖ്യാപിച്ചപ്പോ ബഹുമാന്യരായ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ അവരതിൽ നിന്ന് തടിയൂരി, അവർ പിന്നോട്ട് പോയി. അതായത് ഇവിടെ ജീവിച്ച മഹാന്മാരായ മുൻഗാമികൾ മുശ്രിക്കുകൾ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത് ഒരാൾ മുശ്രിക്കല്ലാത്ത, ശിർക്ക് ചെയ്യാത്ത ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് ആരോപണം തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന പരിപൂർണമായ ബോധ്യമുള്ളവരാണ് നമ്മുടെ ആലിമീങ്ങൾ. മുശ്രിക്കല്ലാത്ത ഒരാളെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ബോധ്യമുള്ളവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? പൂർവികർ മുശ്രിക്കുകളാണെന്ന് പറയാൻ പാടില്ല, പൂർവികർക്ക് തൗഹീദിൽ തെറ്റുപറ്റി എന്ന് പറയാൻ പാടില്ല. അവരൊക്കെ സാത്വികരായ പണ്ഡിതന്മാരാണ്, അവരൊക്കെ സാത്വികരായ സൂഫിയാക്കളാണ്. അവരെ മുശ്രിക്കുകൾ എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ കാര്യങ്ങളിൽ മാറുന്നു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് ഇന്ന് പലപ്പോഴും പല കോലത്തിലും സൗകര്യം പോലൊക്കെ സലഫികൾ എന്നോ സ്വലാഹികളോ അല്ലെങ്കിൽ ഇസ്ലാഹികളെന്നോ അല്ലെങ്കിൽ മുജാഹിദികളെന്നൊക്കെ പേര് പലപ്പോഴും സൗകര്യം പോലെ തോന്നിയവർക്കൊക്കെ തോന്നിയ കോലത്തിൽ പറഞ്ഞു നടക്കുന്ന വിഭാഗം. അവരുടെ ഇടയിൽ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ അവരും ഇത് സമ്മതിക്കാൻ തുടങ്ങി.
അവരും ഇത് പറയാൻ തുടങ്ങി. തന്നെ കുറിച്ച് മുശ്രിക്കാണ് എന്ന് മറ്റുള്ള ആളുകൾ സ്വന്തം പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു. നമ്മൾ പറഞ്ഞു നമ്മുടെ പൂർവികരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അവരൊക്കെ മരിച്ചു പോയപ്പോൾ മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ചുറക്കെ ചൊല്ലി മരിച്ചുപോയ മഹാന്മാരാ, അവരെ കുറിച്ച് മുശ്രിക്കെന്ന് പറയല്ല, അതിനു വേണ്ടി സംഘടനയുണ്ടാക്കല്ല. അവർക്ക് അപ്പോഴൊന്നും അവർക്ക് വേദനിച്ചില്ല, നൊന്തില്ല. എന്തിനധികം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. സ്വന്തം പിതാവ് മുശ്രിക്കായി ജീവൻ പോയി എന്ന് ഒരു വാപ്പാക്ക് ഒരു മകനുണ്ട്. ആ മകൻ മുജാഹിദാണ്, അല്ലെങ്കിൽ ജമാഅത്തുകാരനാണ്. ആ മകൻ ആകെ അവന്റെ വാപ്പാനെ കുറിച്ച് പറയുന്നത് എന്താ? എന്റെ ഉപ്പ മുശ്രിക്കായി ജീവൻ പോയി അല്ലേ, അതായത് ശിർക്കിലായിരുന്നു എന്നല്ലേ. അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചു. സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ വായാടിയായ പ്രഭാഷകൻ, അദ്ദേഹത്തെ കുറിച്ച് മറ്റു പലരും അദ്ദേഹം മുശ്രിക്കാണ്, ശിർക്കിലാണ് എന്ന് പറഞ്ഞപ്പോൾ വേദനയോടുകൂടി അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രംഗമുണ്ട്. ആദ്യം നിങ്ങൾ അതൊന്നും കണ്ടോളൂ. സക്കരിയ സ്വലാഹി അദ്ദേഹത്തെ കുറിച്ച് മുശ്രിക്കാണെന്ന് പറഞ്ഞു മറ്റുള്ള ആളുകളെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വേദനയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം ഒരാളുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ അയാൾ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ ശിർക്ക് അല്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് ആ ആരോപണം തിരിച്ചു വരും. ഒന്നുകൂടെ നമുക്കറിയാം, നാം ഒരാളുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ അയാൾ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും യഥാർത്ഥത്തിൽ ശിർക്ക് അല്ലെങ്കിൽ ആരോപിച്ചവരിലേക്ക് ആ ആരോപണം തിരിച്ചു വരും. ബഹുമാനപ്പെട്ട മഹാന്മാരായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു മുതൽ കേരളത്തിൽ 1920 വരെ ജീവിച്ച മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിം നേതാക്കന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും അവർക്കൊക്കെ തൗഹീദിൽ പിഴച്ചു എന്ന് നാളിതുവരെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു നടന്ന മുജാഹിദ് വിഭാഗത്തിന്റെ സാധാരണക്കാരായ പ്രവർത്തകരോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, മാലിക് ബിൻ ദിനാറിന് തൗഹീദിൽ പിഴച്ചു എന്ന് നിങ്ങൾക്ക് സമ്മതിക്കുമോ? ബഹുമാന്യരായ പൊന്നാനി മഖ്ദൂമാർക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് പറയാനൊക്കുമോ? മഹാന്മാരായ മമ്പുറം തങ്ങളുപ്പാപ്പാക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് പറയാനൊക്കുമോ? ഇല്ലെങ്കിൽ അവർ മുഴുവൻ ശിർക്കിലായിരുന്നു, അവർക്ക് തൗഹീദ് തിരിഞ്ഞില്ല, അവർ മാലയുണ്ടാക്കിയവരാണ്, മൗലൂദുണ്ടാക്കിയവരാണ് എന്ന് നിങ്ങൾ പറയുമ്പോ, അവരുടെ മേലിൽ ശിർക്ക് ആരോപിക്കുമ്പോ ആരാണ് സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളാകുന്നത്? ചിന്തിച്ചാൽ മതി. നമ്മൾ ആരോപിക്കണില്ല, ഇത് നമുക്കും ബാധകല്ലേ? അപ്പൊ നമ്മൾ ആരോപിക്കണില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞത് ഓരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുമ്പേ ചോദിച്ചതാണ്. നമ്മുടെ ആലിമീങ്ങൾ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, അവരെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് അവർക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അന്നവർ നിർലജ്ജം, നിർഭയം നമ്മുടെ പൂർവികരായ ആളുകളെ കുറിച്ച ആരോപണം വീണ്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു. ഈ 3 കാലഘട്ടം 4 കാലഘട്ടം മാലിക് ബിൻ ദിനാറിന്റെ കാലഘട്ടം, മഖ്ദൂമുമാരുടെ കാലഘട്ടം, മമ്പുറം തങ്ങളുപ്പാപ്പാന്റെ കാലഘട്ടം, ഉമർ ഖാലിദ് തങ്ങളുടെ കാലഘട്ടം, അതിനുശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാലഘട്ടം. ഞാൻ പറഞ്ഞുവല്ലോ, കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് മുൻഗാമികളുടെ തൗഹീദിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ, അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ സംഘടിത രൂപത്തിൽ നമ്മുടെ ആലിമീങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ പന്ഥാവിലൂടെ നടന്നു പോന്നിരുന്നവരുടെ പ്രചരണത്തിൽ ശരിയായ പന്ഥാവിലൂടെ ജീവിച്ചു പോന്ന മുഅ്മിനീങ്ങളുടെ ഇടയിൽ വസ്വാസാക്കിക്കൊണ്ട് സംഘടിത രൂപത്തിൽ ഇവിടെയുള്ള കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾ പ്രചരണം നടത്തിയപ്പോൾ നമ്മളും സംഘടിത രൂപത്തിൽ അതിനെ പ്രതികരിച്ചില്ല എങ്കിൽ ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ
മുഅ്മിനീങ്ങളുടെ ഈമാൻ തകർന്നു പോകും, അവരുടെ വിശ്വാസം തകർന്നു പോകും, അവരൊക്കെ വിദേഹത്തിലേക്ക് ആപതിക്കുമെന്ന് മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിലുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, തലയെടുപ്പുള്ള സയ്യിദന്മാർ അവര് യോഗം ചേർന്നു, കോഴിക്കോട് യോഗം ചേർന്നു. 926 അവരൊരു സംഘടനയ്ക്ക് രൂപം നൽകി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് നമ്മൾ ചുമക്കുന്ന പതാകയുടെ നമ്മളെ നയിച്ച മഹാന്മാർ, നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാർ, ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും സമയവും നമ്മൾ ചെലവഴിക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. ആരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്? ആ കാലഘട്ടത്തിലുള്ള കുതുബായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ. ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? പുതിയങ്ങാടിക്കാര് തങ്ങൾ ഉപ്പാപ്പാനെ വന്ന് കണ്ടു. തങ്ങളെ, ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ സാധിക്കുന്നില്ല, കടൽ ക്ഷോഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ നിന്നൊരു പരിഹാരം കാണണം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പുതിയങ്ങാടി കടപ്പുറത്തേക്ക് വന്നു. ആർത്തലച്ചു വരുന്ന അലയോലകൾക്ക് നേരെ തന്റെ വിരൽ തുമ്പ് കൊണ്ടൊന്ന് ഇശാറത്താക്കിയപ്പോൾ, അങ്ങൻ കാണിച്ചപ്പോൾ ആർത്തലച്ചു വരുന്ന തിരമാലകൾ പിൻവാങ്ങിയത്രേ ഇത് ചരിത്രം. ഈ രൂപത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞ മഹാന്മാർ, ആരിഫീങ്ങൾ, അവര് രൂപം നൽകിയ മഹത്തായ ഒരു സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദ്യമായി കേരളത്തിലുണ്ടായ ഒരു പ്രസ്ഥാന, ഒരു സംഘടിത രൂപത്തിൽ കേരളത്തിൽ ആദ്യമുണ്ടാകുന്ന ഫസാദാണ് ഈ റോഡിൽ വെച്ച് നടക്കുന്നത്. അപ്പോ അനിവാര്യതയുടെ ശക്തി എന്നൊക്കെ പറയും, സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയും അല്ലെ, ഇതന്നെയാണ് അനിവാര്യത എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാരെ ഈമാൻ രക്ഷിക്കുക. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ മുഴുവനും ഈമാൻ പഴച്ചുപോയി. ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു അർത്ഥത്തിലും യോജിക്കാൻ കഴിയാത്ത പരസ്പരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ആശയത്തിലേക്ക് പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ എത്തിപ്പെടുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കാവലാണ് നമ്മളെ കാത്തത്. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളെ മുഴുവനും മുശ്രിക്കാക്കാൻ വേണ്ടി, അവരെ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്താൻ വേണ്ടി ഈ കൂട്ടർ ചെയ്തു കൂട്ടിയ, അവർ മെനഞ്ഞെടുത്ത ആശയം എന്തെന്ന് ചോദിച്ചാൽ, ആദ്യമായി അവർ ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിനെ അവർ വിഭജിക്കുകയാണ് ചെയ്തത്. തൗഹീദിനെ ഉലൂഹിയ്യത്ത്, റുബൂബിയ്യത്ത് എന്ന രണ്ടെണ്ണം ഉണ്ട്, രണ്ട് വിധമാണ് എന്ന് പറഞ്ഞ് തൗഹീദിനെ ആദ്യം വിഭജിച്ചു. തൗഹീദിൽ അവർ വിഭജനം നടത്തി. ചരിത്രത്തിൽ ആദ്യമായി അമ്പിയാക്കളുടെ ദഅവത്ത് നടത്തിയ പരിശുദ്ധമായ തൗഹീദിനെ അവർ വിഭജിച്ചു. തൗഹീദുൽ ഉലൂഹിയ്യത്ത്, റുബൂബിയ്യത്ത്. അതിന്റെ പേരിൽ തന്നെ അവരിൽ പല പ്രശ്നങ്ങളുണ്ടായി. CP ഉമർ സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ നേതാവ്, അദ്ദേഹം പറയുന്നത്, എന്തിനാ ഉലൂഹിയ്യത്ത് റുബൂബിയ്യത്ത് എന്നൊക്കെ വിഭജിക്കുന്നത്, അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഉലൂഹിയ്യത്തും റുബൂബിയ്യത്തുമായി തൗഹീദിനെ വ്യാഖ്യാനിച്ചവർ സംഘടനയിൽ പ്രശ്നങ്ങൾ നടന്നപ്പോൾ, സംഘടനയിൽ പ്രശ്നങ്ങളുടെ എടുത്തപ്പോൾ ഒരിക്കൽ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്നുകൊണ്ട് മൗലവിമാര് 2001 കൂടി തീരുമാനിച്ചു, തൗഹീദ് നമ്മൾ മൂന്നാക്കാം. തൗഹീദ് ഉലൂഹിയ്യത്ത്, റുബൂബിയ്യത്ത്, അതുപോലെ തന്നെ അസ്മാഉ വസിഫാത്ത് മൂന്നാക്കി. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ISMന്റെ ആൾക്കാർ എന്തിനാ മൂന്നോ നിർത്തുന്നത്? അസ്മാവും സിഫാത്തും ഓരോന്നോരോന്നാക്കിയിട്ട് 4 ഉണ്ടാക്കിക്കോട്ടെ. അതേപോലെ നേർച്ചയാക്കലും ഓരോ അയ്യാതി ഏർപ്പാടൊക്കെ തൗഹീദിനെ ബാധിക്കണം, അങ്ങനെ 6 ഉണ്ടാക്കിക്കൂടെ? തൗഹീദുമായി കളി. നമ്മുടെ പൂർവികർക്ക് തൗഹീദ് തിരിഞ്ഞില്ല എന്ന് പറയുമ്പോൾ 2001 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്ന മുജാഹിദ് മൗലവിമാർ തൗഹീദിനെ മൂന്നാക്കുമ്പോൾ 26 മുതൽ 2001 വരെ ജീവിച്ച് മരിച്ചുപോയ മുജാഹിദ് വിഭാഗത്തിൽ മരണപ്പെട്ടു പോയവർക്ക് തൗഹീദ് പൂർണ്ണമല്ല എന്ന് മനസ്സിലായില്ലേ? അവർക്ക് 2 കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 2001 പുതിയൊരു തൗഹീദ് കൂടി ഉണ്ടാകുമ്പോൾ അതുവരെ ജീവിച്ചവർക്ക് 2 കിട്ടിയിട്ടുള്ളൂ എന്നായില്ലേ?
ഒരു 3 കിട്ടിയില്ല. തൗഹീദ് പൂർണ്ണമാകാതെയാണ് 926 മുതൽ 2001 വരെ ജീവിച്ച മുജാഹിദ് മൗലവിമാരും പ്രവർത്തകരും മരിച്ചുപോയത് എന്ന് സമ്മതിക്കേണ്ടി വരൂലേ? ഇങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന നയത്തിൽ മുഴുവനും ഇവർ കളിക്കാൻ തുടങ്ങി. ഒരു പേടിയുമില്ലാതെ, ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ഭയമില്ലാതെ തോന്നുന്ന ആളുകൾ മുഴുവനും വായിൽ തോന്നിയതൊക്കെ കോതക്ക് പാട്ട് എന്ന രൂപത്തിൽ തോന്നുന്ന ആളുകളൊക്കെ തോന്നുന്നത് വിളിച്ചു പറഞ്ഞു. തൗഹീദിനെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. ഇങ്ങനെ ആ കാര്യമായി ഇന്നവർ നൂറ്റാണ്ട് ആഘോഷിച്ചു. അതിന്റെ സമ്മേളനമൊക്കെ കഴിച്ചു. നൂറ്റാണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കാൽക്കുലേറ്റർ വെള്ളത്തിൽ വെക്കേണ്ടി വരും. കണക്കുകൂട്ടിയാൽ 100 കിട്ടണമെങ്കിൽ. എങ്ങനെ കണക്കുകൂട്ടിയാൽ 90 മേലൊന്നും പോകില്ല. പിന്നെ കാൽക്കുലേറ്റർ വെള്ളത്തിൽ വെക്കാം, എന്നാ കിട്ടും. അല്ലാതെ അത് 100 തരില്ല. അവരെ കുറിച്ച് കൂടുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയാം. അതിന് മുമ്പ് അവരുടെ നയങ്ങൾ മുഴുവനും ഇന്ന് ആദ്യം എന്താണോ അവർ സമൂഹത്തോട് പറഞ്ഞത് ആ വിഷയത്തിൽ മുഴുവനും അവരിന്ന് പുറകോട്ട് പോയി. എങ്ങനെയാണ് ഒരാൾ മുജാഹിദാകുക? ഈ മൗലവിമാരുടെ സംസാരം കേട്ട് അതിന്റെ പിന്നാലെ കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഞാൻ തരാം. അതിന്റെ മുമ്പ് ഇവിടെ വേറെ കുറച്ച് ടീമുണ്ട്. ഓരോ കുറിച്ചും കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തരാം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഈ പൈതൃകം, ഈ പാരമ്പര്യത്തിന്റെ കണ്ണിയിൽ നിന്ന് മുസ്ലിമീങ്ങളെ അടർത്തി മാറ്റുക എന്ന പ്രവർത്തനമാണ്, പണിയാണ് ഇവിടെ ഉടലെടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാത്ത മറ്റെല്ലാ സംഘടനകളും. ആരും ഒഴിവല്ല. ഇതല്ല എന്ന് പറയാൻ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന നട്ടെല്ലുള്ള ഒരു സംഘടന മറുഭാഗത്തില്ല. വെറുതെ പറയാനല്ല, നമ്മൾ സംരക്ഷകരാണ്. അതിന് ക്ഷേമുള്ളതാണ് ആദ്യം പറഞ്ഞതാ. നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളി ഉണ്ട് അല്ലേ? പഴയ കാലത്ത് നമ്മൾ കാരണവന്മാരൊക്കെ സ്വീകരിച്ചു പോരുന്ന ജുമാഅത്ത് പള്ളി, മദ്രസ അല്ലേ? ഇല്ലേ? നിങ്ങളുടെ പള്ളി ഇല്ലേ? ഈ പള്ളിക്ക് ഒരു ബദല് പള്ളി ഉണ്ടാക്കാൻ കുറച്ച് ടീം വന്നു നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഒരു പുതിയ പള്ളി ഇല്ലേ? എല്ലോ പുതിയ പള്ളി, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് പള്ളി, അല്ലെങ്കിൽ അതിനപ്പുറത്ത് വേറൊരു പള്ളി ഇല്ലേ? ഏതോ ആകട്ടെ, നിങ്ങൾ ഏതെങ്കിലും ടീമിനെ മാത്രം ഫോളോ ചെയ്യണ്ട. എല്ലാവരും, അവസ്ഥയില്ലാത്ത എല്ലാവരും ഈ പള്ളി ചെയ്യുന്നവരാണ്. പുതിയ പള്ളി ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളാ. പഴയ മഹല്ലത്തിൽ ഒരുമിച്ച് ജുമുഅക്ക് പങ്കെടുത്തിരുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ ഭിന്നതയുടെ മതിൽക്കെട്ടുകൾ തീർക്കാൻ നിർമ്മിക്കപ്പെട്ട പള്ളികൾ ആരായി ഇവിടെ ഉണ്ടാക്കി? നമ്മളാ സമസ്തക്കാരാണോ? അല്ല, നമ്മൾ ആ പഴയ പള്ളി സംരക്ഷിക്കുന്ന ആൾക്കാരല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ളവരാണ്. മറ്റതൊക്കെ നിർമ്മാതാക്കളാണ്, പുതിയതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന, നമ്മുടെയൊക്കെ കുട്ടിപ്രായത്ത് മുതലേ നമ്മൾ പഠനം നടത്തിയിരുന്ന നമ്മുടെ മദ്രസ, ആദ്യമായി അല്ലാഹുവിന്റെ നാമം കേട്ട മദ്രസ, പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് മനസ്സിലാക്കിയ മദ്രസ, ഒരു വീട്ടിൽ നിന്ന് ഒരേ ഉമ്മയുടെയും ബാപ്പയുടെയും മക്കൾ ഒരേ പുസ്തകങ്ങൾ പിടിച്ചൊരേ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ശേഷം ആ മദ്രസക്ക് ഒരു ചുവര് വേണമെന്ന് പറഞ്ഞവർ നിങ്ങൾ പറയും നമ്മളാണോ? നമ്മളൊരു ചുമരാണെന്ന് പറയുക അല്ലല്ലോ, നമ്മളല്ല, നമ്മളതിൽ നിന്ന് ഒഴിവാണ്. ഇവിടെ ചുമര് വെക്കേണ്ട മക്കളിൽ നടന്നോട്ടെ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. അതാ ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ അടർത്തി മാറ്റേണ്ട പണിയാണ് ഇവിടെ വന്ന മുഴുവൻ സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തിയതും അല്ലാത്തൊരു പണി നടത്തിയിട്ടില്ല. എന്നാൽ ഏതൊരു വിഷയത്തിന്റെ പേരിലാണോ അവർ ഭിന്നതയുണ്ടാക്കിയത്, ആ വിഷയത്തിൽ അവർക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താനും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിലേറെ വലിയ രസം. ഇവരെ കണ്ട് പിന്നാലെ കൂടിയൊരു സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലൈറ്റ് ഇല്ലാത്ത വണ്ടി, രാത്രി മനസ്സിലായി, രാത്രി ലൈറ്റ് ഇല്ലാത്ത വണ്ടി മുന്നിൽ പോണ ഒരു കാറുകാരനെ ഫോളോ ചെയ്ത് പോവാണ്. ഇവന്റെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല, മുന്നിൽ പോണ ഒരു കാറുകാരനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓ പോണത് കൂടെ ഇങ്ങനെ പോയി അവസാനം വണ്ടി നിർത്തി. മനസ്സിലായി? അപ്പൊ ചോദിക്കാൻ, ഇവ എന്താ ഇവിടെ വണ്ടി നിർത്തിക്കണം, മുന്നിൽ തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഓന്റെ പേരിൽ വണ്ടി കയറ്റി നിർത്തിയതാണ്.
നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരെ പിന്നാലെ പോയാൽ ഉണ്ടാകുന്ന സ്ഥിര വിചാരിച്ചോടത്തേക്ക് എത്തൂല, ഓര് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ നമ്മൾ പറഞ്ഞ് ഞാൻ കണ്ടാ പോണ്ടെന്നറിയാതെ വൈകി ചോദിച്ച് നടക്കേണ്ടിയിരിക്കും. എന്തൊരു വിഷയത്തിലാണോ ആദ്യമായി മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കിയത്, ആ വിഷയത്തിൽ ഇന്ന് അവർ പുറകോട്ട് പോവാണ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഞാൻ നോക്കാം. ഇവരുമായി നമുക്ക് യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ച് പറയാം. പോലെ കേരളത്തിൽ വന്ന സകല സംഘടനകളുമായി നമുക്ക് യോജിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ഖാദിയാനികൾ, ആദ്യം ഒരു വിഭാഗം വന്ന ആളുകളാണ് ഖാദിയാനികൾ അല്ലേ? ഖാദിയാനികൾ അവർ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു മഹ്ദിയാണ്, പിന്നെ പറഞ്ഞു ഈസാ നബിയാണ്, പിന്നെ പറഞ്ഞു പ്രവാചകൻ ഒള്ളിയാണ്. മനസ്സിലായോ? റസൂലുള്ളാഹിക്ക് ശേഷം വന്ന ഒരു പ്രവാചകനാണ്. മഹ്ദിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാർ ചോദിച്ചതല്ല, മഹ്ദി ഇമാമിന്റെ പിതാവിന്റെ പേരും പിന്നെ മഹ്ദി ഇമാമിന്റെ പേരും റസൂലുള്ളാഹിന്റെ പേരിനോടും റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരിനോടും യോജിക്കുമല്ലോ. ഇത് മീർസ സൺ ഓഫ് ഗുലാം മുർത്തദയാണല്ലോ എന്ന്. മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അയാളുടെ പിതാവ് ഗുലാം മുർത്തദയാണല്ലോ, അത് അബ്ദുള്ളയല്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഈസാ നബി മറിയമിന്റെ പുത്രനാണല്ലോ. പിന്നെ മാത്രമല്ല ഈസാ നബി വെള്ളത്തിനകത്ത് ഇറങ്ങുന്നൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? ഈസാ നബി മഹ്ദി ഇമാമിന്റെ പേരിൽ നിസ്കരിക്കും, അതും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ നമുക്കൊരു സാധാരണ പ്രവാചകനാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു പ്രവാചകനില്ല. ഇത് ഹദീസിലും ഖുർആനിലും സ്ഥിരപ്പെട്ട കാര്യം. അതിനെതിരായ ഒരു വീക്ഷണം വന്നപ്പോ നമുക്ക് അവരോട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരുമായി ഒത്തുപോകാൻ നമുക്ക് സാധിച്ചില്ല, ആശയപരമായി നമുക്ക് സാധിച്ചില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അൻത മിന്നി ബിമൻസിലതി ഹാറൂന മിൻ മൂസാ ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി. അലിയെ അങ്ങ് എന്നിൽ നിന്നുള്ളവനാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും തമ്മിൽ എപ്രകാരം ബന്ധമുണ്ടായിരുന്നുവോ ആ ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ഇല്ലാ അന്നഹു ലാ നബിയ ബഅദി, എന്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല എന്നതൊഴിച്ചാൽ. നിങ്ങൾ നബിയല്ല, ഞാൻ എന്റെ ശേഷം ഒരു നബിയില്ല. അപ്പൊ ഇത് സ്ഥിരപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ഹദീസുകൾ സംബന്ധമായി കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് അവരോട് യോജിക്കാൻ കഴിയില്ല. ഇവിടെ വന്നൊരു മറ്റൊരു വിഭാഗമാണ് സാക്ഷാൽ അടുത്ത കാലത്ത് 60കളിൽ വന്ന 60കളിൽ പുതിയ ഒരു സിദ്ധാന്തവുമായി വരികയും പിന്നെ 80-90 കാലഘട്ടങ്ങളിൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കുകയും ചെയ്താകും. പിന്നെ ചേകനൂർ മൂലം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ്. ഓരൊക്കെ പറഞ്ഞാൽ ആളെ കിട്ടുകയും ചെയ്തു. നാട്ടിക ഉസ്താദ് പറഞ്ഞമാതിരി ഓരൊക്കെ ഖുർആൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകളെ ക്ഷണിച്ചത്, രാമായണം പറഞ്ഞുകൊണ്ടല്ല. നാട്ടിക ഉസ്താദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെ. എല്ലാവരും ഖുർആൻ തന്നെ പറഞ്ഞത്. അതിന് പിന്നാലെ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ചേകനൂരിനോട് നമുക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിലുള്ള നിറഞ്ഞ സാന്നിധ്യം ചേകനൂര്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. സാക്ഷാൽ മുജാഹിദ് വിഭാഗത്തിലുള്ള മൗലവിമാർ, ഒരാൾ മുജാഹിദ് ആവുക എന്ന് പറഞ്ഞാൽ പച്ചയായ ഹദീസ് നിഷേധിയാകാമെന്നർത്ഥം. ക്രമേണ അയാൾ എത്തിപ്പെടുന്നത് സാക്ഷാൽ ശകനൂരിഷത്തിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ചേകനൂര് കൊടും മുജാഹിദായിരുന്നു അല്ലെ? മുജാഹിദ് സ്റ്റേജുകളിൽ വാദപ്രതിവാദത്തിന് മുന്നിൽ നിന്ന ആളാണ്. ഇവിടെ നിസ്കാരം 3 വഖത്ത് മതി എന്ന് പറഞ്ഞ ചേകനൂര്. പിന്നെ 3 വഖത്ത് മതി എന്ന് പറഞ്ഞപ്പോൾ തള്ളിയതാ. 3 വഖത്ത് മതി എന്ന് പറഞ്ഞത് മൂപ്പര് സ്വന്തം അഭിപ്രായമല്ല. മുമ്പ് ഒരാൾ 3 വഖത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ അറിയോ? മുസൈലിമത്തുൽ കദ്ദാബ്. ഇവിടെ പ്രവാചകത്വം വാദിച്ചു വന്ന മുസൈലിമത്തുൽ കദ്ദാബ്, അയാളും പറഞ്ഞത് 3 വഖത്ത് നിസ്കാരം, അയാൾ 3 വഖത്ത് നിസ്കാരാക്കിയിരിക്കണം ഇവിടെ. അതെങ്ങനെ രസകരമായ ഒരു സംഭവമാണ്. മൂപ്പര് വിവാഹം കഴിച്ചത് സജാഹന. സജാഹ എന്ന് പറഞ്ഞാൽ നബിച്ചിയാണ്, മുസൈലിമത്ത് നബിയാണ്. കള്ളപ്രവാചകനാണ്. സജാഹ എന്ന് പറഞ്ഞ പെണ്ണാണ്. അവള് പറഞ്ഞു ഞാനൊരു നബിച്ചിയാണ്. എന്താ പെണ്ണും കൂടി ഒന്നാണ് നബി ആയിക്കൂടെ. ഈ സജാഹിനെ മുസൈലിമത്തുൽ കദ്ദാബ് വിവാഹം കഴിക്കുക. മുഫോത്ത കല്യാണം, ഒരു കള്ള നബി ഒരു കള്ള നബിച്ചി.
വിവാഹം കഴിക്കുമ്പോ സജാഹിനോട് മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, നിനക്ക് ഞാൻ മഹറായി തരുന്നത് 2 വക്ത് നിസ്കാരം, മേലിൽ 3 നിസ്കരിച്ചാൽ മതി, 2 വക്ത് നിസ്കാരം മുമ്പത്തേക്ക് മഹറായിട്ട് കൊടുക്കുകയാണ്. 3 ഈ ആദി വാദങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. ഇതൊക്കെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ഇവിടെ ചേകന്നൂര് കടന്നു വന്നു. ചേകന്നൂരിനോട് നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, ജീവിക്കേണ്ടവരാണ് നമ്മൾ. അവർ 5 വക്താണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ 5 നിസ്കരിക്കണം. സ്വഹാബാക്കൾ മുഴുവനും കള്ളന്മാരും കളവ് പറയുന്നവരുമായി ചിത്രീകരിച്ചു. അവരെ ഒന്നും പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. ചേകനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ വന്നത് മറ്റൊരു വിഭാഗമാണ് മൗദൂദിസം. അല്ലേ, ഞാൻ എല്ലാവരും ഒന്നാണ് പറഞ്ഞു പോവാം. ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നവരാണ്. അവരുടെ ഭരണഘടനയിലൊക്കെ അവർ അങ്ങനെ പറഞ്ഞത്. ഇഖാമത്തുദ്ദീനിന്റെ ആളുകളാണ് എന്നാണ് അവരുടെ ഭരണഘടനയിൽ അവർ പറഞ്ഞത്. ഇവിടെ ദൈവിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി വന്നവർ മാത്രമല്ല, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാരോട് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ രാജിവെക്കാൻ വരെ അവർ നിർദ്ദേശിക്കുകയുണ്ടായി. കുറെ പോയത്തൊക്കെ രാജിവെക്കുകയും ചെയ്തു. ഇന്ന് ജമാഅത്തേരാണെങ്കിൽ എവിടെ സീറ്റ് ഒഴിവുള്ളത് നോക്കി നടക്കുവാണ്. രാജിവെച്ചവരൊക്കെ മണ്ടന്മാരും. ആളെ പൊട്ടീസാക്കുന്ന ഏർപ്പാടാണ് ഇതൊക്കെ. മലയാളത്തിലാണ് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ആളെ കുതിരാക്കാന്ന് പറയില്ല. ഇതൊക്കെ തന്നെ ഇവർ ചെയ്യണത്. അതിനൊരു മൗലവി പരിവേഷം കെട്ടിട്ട് വരികയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അവർ 6-ാം നമ്പർ ടേജ് സംഗതിയെ ഞാൻ ഈ പറഞ്ഞത്. സർക്കാർ ജോലികൾ രാജിവെക്കാൻ വേണ്ടി അവർ ആഹ്വാനം വെച്ചു. ഇന്ന് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയക്കാർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞൂടെ. ഇന്ന് അവർ സ്ഥാനാർത്ഥികളെ നിർത്താൻ, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങി നിൽക്കുക. കഴിഞ്ഞ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്തു അവർ, അല്ലേ, സ്ഥാനാർത്ഥി നിർത്തി ചെയ്തു. അപ്പൊ ഈ ആദ്യം പറഞ്ഞവർക്ക് പിന്നെന്താ, എങ്ങനെ ഒരു മനുഷ്യന് വിഴുങ്ങല്? അപ്പൊ ഇവര് ആദ്യം പിന്നെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ പോലെ ശുൽക്കാന്ന് പറയുമ്പോൾ അമന്നാസെല്ലാം കുറെ ആൾക്കാർ മുഴുവൻ നമ്മൾ ശരിയാണ്. പിന്നെ പറയാൻ നമുക്ക് ഇങ്ങനെ സാർ നിർത്താന്ന് പറയാം. അപ്പൊ ആദ്യം പറഞ്ഞ് മറക്കണേ, അത്രയല്ലേ ഉള്ളിലുള്ളൂ. ഈ ആളുകളെ ഇവർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ സാക്ഷാ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ആശയപരമായ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രവാചകന്മാരിൽ നിന്നും ദോഷങ്ങൾ അവർ മഅ്സൂമികളല്ല എന്ന് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പ്രവാചകന്മാർ പാപസുരക്ഷിതരാണെന്ന് ഖുർആൻ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇമ്രാൻ അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചതാണ് പ്രവാചകന്മാർ പാപസുരക്ഷിതരാണ്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നമ്മൾ പറഞ്ഞു, പ്രവാചകന്മാരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ഖുർആനെതിരാണ്, അത് പറയാൻ പാടില്ല. ഈ മറ്റൊരു സംഭവം കേൾക്കണോ നിങ്ങൾക്ക്? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് 2004 ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണിത്. ഈ ലഘുലേഖ ഞാനൊന്ന് വായിക്കുകയാണ്. മുഅ്മിനീങ്ങളെ കാത് തുറന്ന് കേൾക്കണം. ജമാഅത്തുകാരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കാതുകളിലേക്ക് എന്റെ ശബ്ദം എത്തുകയാണെങ്കിൽ അവരെ ഈ വരികളൊന്ന് കേൾക്കണം. 2004 ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ ലഘുലേഖയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതുമല്ല അവിശ്വാസിയോ ആകട്ടെ, നിങ്ങൾക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ ഒരിടമുണ്ട്. നമ്മൾ പറയും, നമ്മളൊരു ജമാഅത്ത്, ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ഖാദിയാനി ആകട്ടെ പിന്നെ ക്രിസ്ത്യാനി ആകട്ടെ, നിങ്ങൾക്ക് SKS ഒരു മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയോ? നമുക്ക് പറയാൻ കഴിയുമോ? ജമാഅത്തെ ഇസ്ലാമികൾക്കൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് സംഘടനയാണ് ചോദ്യം ഉണ്ടാവും. അത് അറിയാതെ എഴുതിയേക്കാണ്. അല്ല, ഞാൻ അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കുമ്പോൾ വ്യക്തമാകും. പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു മതസംഘടനയല്ല.
ജീവിതത്തെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പരമ്പരാഗത അർത്ഥത്തിലുള്ള മതസംഘടന അല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തിറക്കിയ ലഘുലേഖ സമർത്ഥിക്കുമ്പോൾ, അവരത് സമ്മതിക്കുമ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്ന് കൂട്ടേണ്ട കാര്യമല്ല. നമ്മുടെ ആലിമികൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആ ജമാഅത്തെ ഇസ്ലാമിന്ന് പറഞ്ഞിട്ടൊരു ചെരിവുണ്ട് അല്ലേ? ആ ചെരിവ് തന്നെയാണ്. പരമ്പരാഗത അർത്ഥത്തിലുള്ള മതസംഘടന അല്ലെന്നാ പറയുന്നത്. ഇതൊരു വിപ്ലവ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പാർട്ടി ആക്കാനുള്ള ഒരു ശ്രമമുണ്ട്, ഒരു ആലോചന ബൈക്കിട്ട് കൊണ്ടുവരികയാണ് ആൾക്കാരെ. അവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല, അവരോട് യോജിക്കാൻ കഴിയില്ല ഇത്തരം വിഷയങ്ങളിൽ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ? വഹാബികൾ. നമ്മൾ വഹാബികൾ എന്ന് പറയും. അതായത് 1111 നജ്ദിൽ ജനിച്ച, അവിടെ പ്രബോധനം നടത്തിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ തലതിരിഞ്ഞ നയങ്ങളോടും ആശയങ്ങളോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം. പിൽക്കാലത്ത് ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദുർ റിളയും ഒക്കെ അതിന്റെ കൊടിവാഹകരായി, പതാകവാഹകരായി ആ കാലഘട്ടത്തിൽ പ്രബോധനം നടത്തിയപ്പോൾ അതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേരളത്തിലേക്കും കടന്നു വന്നു. കേരളത്തിലും അതിന്റെ പ്രചരണമെത്തി. മക്കം മൗലവിയും KM മൗലവിയും ഒക്കെ ഏറ്റെടുത്തു. ഇവിടെ അത് പ്രചരിപ്പിച്ചു. അതിനും കുറെ ആളുകളെ കിട്ടി. പക്ഷേ അവരും പാരമ്പര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വല്ലാത്ത രസം കറിയൊന്നും കേൾപ്പിച്ചില്ല. ഇപ്പൊ ഈ അടുത്ത് നടന്ന 8ാം സമ്മേളനം എന്ന പേരിൽ 100 ആഘോഷിച്ചല്ലോ. ആണ്ടർത്തി കഴിച്ചിരിക്കുകയാണ്. 100 നിങ്ങൾ ഒരാണ്ടല്ലേ കഴിക്കുന്നത്, അതിൽ 40 കഴിക്കും. ഇവിടെ 100 കഴിക്കണത്. മനസ്സിലായോ? ഞാൻ പിന്നെ കല്ലായിക്കാരനാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ മറ്റോ പറഞ്ഞു ഞാൻ കരിങ്കല്ലായിക്കാരനാണ്. ഇത് കല്ലായിക്കാരനല്ല, ഞാൻ കരിങ്കല്ലായിക്കാരനാണെന്ന് പറഞ്ഞു. എന്ന പോലെ നിങ്ങൾ ആണ്ട് ആഘോഷമാണ്, ഞങ്ങൾ 100 ആഘോഷിക്കുന്നത്. ഈ 100 ആഘോഷത്തിന്റെ ഭാഗമായി മുജാഹിദ് പ്രസ്ഥാനം അവർ പുറത്തിറക്കിയ സമ്മേളനത്തിന്റെ ഒരു ലഘുലേഖയാണ്. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം അവര് പുറത്തിറക്കിയ ഒരു ലഘുലേഖയാണ്. ഞാൻ ഈ ലഘുലേഖ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞതാണ്, ഇന്നലെ 2 ദിവസം മുമ്പ് അല്ലേ, ആ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലഘുലേഖ ഞാൻ വായിക്കുക. നിങ്ങൾ ശരിക്കും കേൾക്കണം. ഒരു ഒലക്ക ഏച്ചൂട്ടി മതി ഇങ്ങനെ കാണാൻ. നിങ്ങൾ കണ്ടോളി. അധിനിവേശ താല്പര്യവുമായി, ഞാൻ അത്രയും നേരം പറഞ്ഞെ, അധിനിവേശ താല്പര്യവുമായി മലബാറിലെത്തിയ, അതിനു മുമ്പ് മാലിക്കുഞ്ഞിനാറിനെ കൂടി പറയുന്നുണ്ട് കേട്ടോ, അത് പറഞ്ഞു വന്നിട്ട് പറയാം. അധിനിവേശ താല്പര്യവുമായി മലബാറിലെത്തിയ പോർച്ചുഗീസുകാരെ പ്രതിരോധിക്കുവാൻ സാമൂതിരിയോടൊപ്പം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. നാടിനെ അടിമപ്പെടുത്താൻ വരുന്നവർക്കെതിരെ നാടിന്റെ ഭരണകർത്താക്കളോടൊപ്പം നിന്ന് പോരാടണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമാർ അധിനിവേശ വിരുദ്ധ സമരത്തിന് ബൗദ്ധികമായ നേതൃത്വം നൽകിയപ്പോൾ സാമൂതിരിയുടെ നാവികപ്പടയെ നയിച്ചുകൊണ്ട് കുഞ്ഞാലി മരക്കാർ രംഗത്തിറങ്ങി ഇതിഹാസങ്ങൾ രചിച്ചു. ഒരു പരമ്പര ഉണ്ടാക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് പൈതൃകം ഉണ്ടാക്കുകയാണ്. മാലിക്കുദ്ദീനാളുടെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പറയാണ്, പൊന്നാനി മഖ്ദൂമാരിലെത്തിപ്പോയി, നീ കേട്ടോളി. കുഞ്ഞാലി മരക്കാരിലൊക്കെ എത്തി, നീ കേട്ടോളി. പിന്നീട് വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ആഹ്വാനം നടത്തുകയും ചെയ്തുകൊണ്ട് മമ്പുറം തങ്ങന്മാരും ഉമർഖാദിയുമെല്ലാം സമൂഹത്തെ നയിച്ചപ്പോൾ പ്രസ്തുത സമരം എങ്ങനെയാകണമെന്ന് വക്കം മൗലവിയും KM മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമെല്ലാം സമുദായത്തെ പഠിപ്പിച്ചു. എങ്ങോട്ടാ പോയിട്ടുണ്ട്? പൊന്നാനി മഖ്ദൂമാര്, മമ്പുറം തങ്ങന്മാര്, പിന്നെ അത് എവിടെ എത്തി നിൽക്കുന്നത്? വക്കം മൗലവിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിലും ഒക്കെ. നിങ്ങൾ കേട്ടോളിട്ടോ. നാടിന്റെ നായകരും ബ്രിട്ടീഷ് രാജിനെതിരെ പോരാട്ടത്തിന്റെ മുന്നിൽ നടന്നവരുമായ നവോത്ഥാന നായകന്മാർ തുടങ്ങിവെച്ച സംസ്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത്. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് വളരെ വിനയത്തോടുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നാളെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മങ്കൂസ് ഓരോരു പാരായണം ചെയ്യണോ. അതായത് നിങ്ങളുടെ പൈതൃകത്തിൽ നിങ്ങൾ അവകാശപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ രചിച്ച
മങ്കൂസ് മൗലിദ് ഉണ്ടല്ലോ, വീടുകളിൽ ഓതാൻ ആഹ്വാനം ചെയ്ത മങ്കൂസ് മൗലിദ് അവര് കാണിച്ചു തന്ന വഴിയാണ് ഇന്ന് നിങ്ങൾ പ്രബോധനം ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നത് പോലെ അതൊരു സത്യമാണെങ്കിൽ നാളെ മുതൽ എല്ലാ വഹാബി വീടുകളിലും മങ്കൂസ് മൗലൂദ് പാരായണം നടക്കട്ടെ. പറ്റുമോ? കാര്യമായിട്ട് കൊടുക്കുന്ന പ്രശ്നം അതാ. എന്നിട്ട് ഓരാണ് സൈനുദ്ദീൻ മഹദൂമിന്റെ ആൾക്കാരെന്നാ പറയണത്. ഇവിടെ കണ്ട ഈ പരമ്പര ഉണ്ടാക്കിയാണ്, പൈതൃക ഉണ്ടാക്കിയാണ്, ഒരു ഒലക്ക ഏച്ചുകൂട്ടിമാരി ഞാൻ തോന്നുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞ ഇതിലൊക്കെ ഒരു ഏച്ചുകൂട്ടലുകളും വളച്ചുകെട്ടലുകളും. ഇവിടെ വേറൊരു പുസ്തകമുണ്ട്, സമസ്ത വരക്കൽ തങ്ങൾ മുതൽ ഉള്ള തങ്ങൾ വരെ. അതും ഈ പറഞ്ഞ മാതിരി ഒലക്ക ഏച്ചുകൂട്ടിമാരിയാണ്. ശംസുലമ വരെ വരും. ശംസുലമന്റെ അവിടെ കാണാൻ ഒരു കളി. ശംസുലമി കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റായ അവിടുന്ന് മുതൽ പിന്നെ ഒരു കളിയാണ്. പിന്നെ വായിച്ചോന്ന് തീരെ തിരിയില്ല, എഴുതിയോന്ന് തിരിഞ്ഞിട്ടുമില്ല. തിരിയരുത് എന്ന് കരുതിയാണ് പുസ്തകം പൂർത്തിയാക്കണ്ടേ. പരമ്പര ഉണ്ടാക്കിയാൽ കൃത്രിമമായ നസബുണ്ടാക്കിയാണ്. നസബ എന്ന് പറഞ്ഞപ്പോ ഏതൊക്കെ ഞാൻ തിരിയില്ലേ? നസബ, കൃത്രിമമായ സനത്, കൃത്രിമമായ നസബ, കൃത്രിമമായ പരമ്പരയുണ്ടാക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എതിരിൽ പടനയിച്ച കേരളത്തിലുള്ള സകല പ്രസ്ഥാനങ്ങളും. പൈതൃകത്തിന് ഒരു മഹത്വം ഇസ്ലാമില്. അത് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ടായിരുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങളാൽ നിങ്ങളുടെ മുമ്പേ നടന്നു പോയ മുൻഗാമികൾ, والذين اتبعوهم بإحسان നന്മയാൽ അവരോട് പിന്തുടർന്നവരും, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ പൈതൃകത്തിന് പാരമ്പര്യത്തിന് പ്രസക്തിയുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഒരു കൃത്രിമമായ സനത് ഉണ്ടാക്കുകയാണ്. എല്ലാ സംഘടനയും ചെയ്യാൻ പണിയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സംഘടനകളുമായി ഒന്നും യോജിക്കാൻ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇനി ആനുകാലികമായ ചില സംഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി കാര്യമായി ഒരു നൂറ്റാണ്ട് കാലം എന്ന് അവരവകാശപ്പെടുന്നത് പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നൂറ്റാണ്ട് കാലം അവർ ചെയ്തത് കേരളത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കലായിരുന്നു. കേരളത്തിലുണ്ടായിരുന്ന നടന്നു വന്നിരുന്ന ആചാരങ്ങൾ മുഴുവനും അനാചാരമാക്കലായിരുന്നു. കേരളത്തിലുള്ള സാത്വികരായ പണ്ഡിതന്മാർ, സാത്വികരായ നമ്മുടെ പൂർവികർ, എന്തിനധികം സ്വഹാബികളെ പോലും ഇവിടെയുള്ള മുജാഹിദ് മൗലവിമാർ വിമർശിച്ചു. ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിൽ ജുമുഅ ഖുതുബയെ സംബന്ധിച്ച ഖുതുബ മലയാളത്തിലാക്കണം എന്നതിനെ സംബന്ധിച്ച് എഴുതുന്ന കൂട്ടത്തിൽ എഴുതി, സ്വഹാബികൾ ഇവിടെ അറബിയിൽ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. അതായത് അത് ഞങ്ങൾക്ക് തെളിവല്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ നിൽക്കുന്നിടത്ത് മാത്രം പോരാ, എന്റെ സ്വഹാബത്ത് നിൽക്കുന്നിടത്തും നിൽക്കണം. ഇയഅ്ശുമിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എന്റെ കാലശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടാൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്റെ ചെല്ലയുണ്ട്, എന്റെ ഖുലഫാഇന്റെയും ചെല്ലയുണ്ട്. അപ്പൊ സ്വഹാബികൾ എന്ന് പറയുന്നത് ദീനിൽ തെളിവാണ്, മാതൃകയാണ്, അവർ അംഗീകരിക്കേണ്ടതാണ്. അവരൊരു കാര്യം നടപ്പിലാക്കിയാൽ അത് നമ്മൾ അനുസരിക്കേണ്ടവരാണ്. നമുക്കത് തെളിവുമാണ്. അത് അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് ഈ 73 സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം. എന്നാൽ പച്ചയായി മുജാഹിദ് മൗലവിമാർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു, സ്വഹാബത്തിന്റെ പ്രവർത്തനം കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനം പോലെയാണ്. അത് തെളിവാക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ 72 പേരുണ്ടാകുക? അല്ല, ഈ ഒരു വിഭാഗത്തിൽ അവർ പെട്ടു എന്ന് പറയാം.
73 ഏതെങ്കിലും ഒന്ന് പെടും. ചില ആൾക്കാരോട് ചോദിച്ചാൽ കാണാം, ഞാൻ നിങ്ങളിപ്പോ എവിടെ എങ്ങനെയൊക്കെ നിങ്ങളെ കോലം ഇതൊക്കെ എങ്ങനെ, ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇപ്പൊ എവിടെ ഇല്ല, അതിൽ വലിയ കഴിവൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ഒരാളില്ല. എങ്ങനെ നോണ പറയണത്? ഓന്റെ മനസ്സിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോളം കൂടുണ്ടാവും. നമ്മുടെ മദ്രസയിലൊക്കെ ജോലി എടുക്കാൻ വരുമ്പോ ചില ആൾക്കാർ അലോസ്ഥാതെ നിങ്ങളിപ്പോ എവിടെ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പോക്കൊക്കെ. ഞാനിപ്പോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ സമസ്തന്റെ മദ്രസയിലാണ് നിൽക്കില്ല, അരി വാങ്ങണ്ടേ, അങ്ങനെയൊന്നുമില്ല. സമസ്തന്റെ മദ്രസയിലാണ് നിൽക്കണമെന്ന് പറയുന്ന ഫുലാന ആ മദ്രസയിൽ നിർത്തിയാൽ നിങ്ങളെ മഹലില് കുട്ടിച്ചോറാക്കി നിങ്ങളെ കയ്യിലുണ്ട്, മേലാൽ കേൾക്കണം. ഇത് എന്താ പറയണം? സമൂഹത്തിന്റെ സുതാര്യമായ ദഅവത്ത് നടക്കണം, അതാണ് നമ്മുടെ ആവശ്യം. അതിനൊക്കെ തടസ്സം അടുപ്പിക്കരുത്. ഈ അടുത്ത് പരപ്പനങ്ങാടികൾ അനുഭവിച്ചില്ലേ? പരപ്പനങ്ങാടിക്കാർ സഹിച്ചു, അനുഭവിച്ചു. അതന്നെ സ്ഥിതി. കണ്ടറിയാത്തവനെ കൊണ്ടറിഞ്ഞതാണ് അവിടെ. കണ്ടറിയാത്ത ചില പരപ്പനങ്ങാടിക്കാർ കൊണ്ടറിഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ എയിലില്ലാത്തൊന്നും ഉണ്ടാവില്ല. എന്റെ ഉമ്മത്ത് 73 ആകുമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്ത് ഈ 73 ഏതോ ഒന്നില് ഉണ്ടാവുന്നല്ലേ. 74ാമത്തെ വിഭാഗത്തിന് റസൂലിനോട് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിനാണ് നമ്മുടെ ശ്രമം, അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും. മുജാഹിദ് മൗലവിമാർ ഇവിടെ ആദ്യമായി ഒരു നൂറ്റാണ്ട് കാലം എന്ന് അവർ അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ തന്നെ അവർ നടത്തിയത് കേരളത്തിൽ ജീവിച്ച മുൻഗാമികളെ മുശ്രിക്കാക്കലായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ അനാചാരമാക്കലായിരുന്നു. അതിനു വേണ്ടി തൗഹീദിന്റെയും ഇബാദത്തിന്റെയും ദുആഇന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ നിർവചനങ്ങളെ അവർ മാറ്റിമറിച്ചു. മുജാഹിദ് മൗലവിമാര് നമ്മൾ ഇസ്തിഗാസ നടത്താറുണ്ട് അല്ലെ? സുന്നികള് ഇസ്തിഗാസ നടത്തും. ഇസ്തിഗാസ നടത്താൻ നമുക്ക് നല്ലൊരു മാതൃക ഉണ്ട്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നിങ്ങളെ പിന്നെ ആ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. വെള്ളമല്ല കേട്ടോ, ഹമീലെ ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊടുന്നാന്ന് പറഞ്ഞു. എന്തൊരു ഇസ്തിഗാസയാണ് ഹമീലെ, ഇത് കാര്യമാണ് കേട്ടോ. ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊടുന്നോ? ഇതൊരു ഇസ്തിഗാസയാണ് സുഹൃത്തുക്കളെ, ഒരു ഇസ്തിഗാസയാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളോട് നടത്തുന്ന ഒരു ഇസ്തിഗാസ. മരണപ്പെട്ട ആൾക്കാർ ഇസ്തിഗാസ നടത്തല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞ മരിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് ഇസ്തിഗാസ അറിയോ? എന്നെ കൊണ്ടുപോയി എന്ന് പറയും മയ്യത്തില്ലേ അല്ലേ? അത് മരിച്ച ആൾ നമ്മളോട് നടത്തണം ഇസ്തിഗാസ. മരിച്ചോര് ഇസ്തിഗാസ നടത്തുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. എങ്ങനെ മരിച്ചവരോട് സഹായം ചോദിക്കുന്നതിന് മുമ്പ് മരിച്ചവരെങ്ങനെ സഹായം ചോദിക്കണ്ടേ? മരിച്ചവർ പറയും അത്രേ, ഇങ്ങോട്ടാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്, എന്നെ കൊണ്ടുപോകരുതേ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹു അത്തരക്കാർ നമ്മൾ അകപ്പെടുത്താതിരിക്കട്ടെ. എന്നാൽ വേറെ ചില ആളുകൾ പറയും അത്രേ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകണേ, എനിക്ക് ആസ്വദിക്കാനുള്ള സുഖ സൗകര്യങ്ങൾ ഞാനൊന്ന് ആസ്വദിക്കട്ടെ, എന്നെ ഇവിടെ വെച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവൻ മരിച്ചോർ ജീവിച്ചിരിക്കണോട് ഇസ്തിഗാസയാണത്. സഹായം ചോദിക്കാന്ന് പറഞ്ഞില്ലേ, അതന്നെ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് നടത്താറുണ്ട്. അതെങ്ങനെ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് നമ്മൾ സംഗതി ഉണ്ടല്ലേ? അതൊക്കെ നമുക്കൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. ഈ മുഅ്ജിസത്ത് അമാനുഷിക പ്രവർത്തനങ്ങൾ, അസാധാരണമായ പ്രവർത്തനങ്ങൾ, ഇത് സാധാരണക്കാർ അല്ലെങ്കിൽ ഇത് പ്രവാചകന്മാരല്ലാത്തവർക്ക് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും. ഔലിയാക്കൾക്ക് ഉണ്ടാകുമ്പോഴേ കറാമത്ത്. ഈ കറാമത്ത് മുഅ്ജിസത്തുകൾ മരണശേഷം മുറിഞ്ഞു പോകുന്നില്ല. അതൊരു മനുഷ്യൻ വലിയാണെങ്കിൽ അയാൾക്കുള്ള കറാമത്ത് ഏത് കാലത്തുണ്ടാവും. മരിച്ചോളെ കറാമത്തുള്ളൂ. മരിച്ചതിന് ശേഷം കറാമത്ത് മുറിയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ, മരിക്കാന്ന് പറഞ്ഞാൽ എന്താ, അതൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം. ഈ ജീവിച്ചിരിക്കുന്ന ആളുടെ സഹായം ചോദിച്ചാൽ തന്നെ ഓനെല്ലാം ചെയ്തുതരാൻ കഴിഞ്ഞോളൊന്നും. എന്നാൽ ഇങ്ങനെ ഒരു ഇസ്തിഗാസയും ദീനിനുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഇസ്തിഗാസ നിങ്ങൾ നടത്തുന്നില്ലെങ്കിൽ നടത്തണ്ട, നിങ്ങൾ സഹായം ചോദിക്കണില്ല, നിങ്ങൾ ചോദിക്കണ്ട.
പക്ഷെ ചോദിക്കുന്നവർ മുശ്രിക്കാണെന്ന് പറയണ്ട. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് جاء رجل عند قبر النبي صلى الله عليه وسلم في خلافة عمر റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. റൗള ശരീഫിലേക്ക് ലമ്മാ തഹതു അന്നവർക്ക് വരൾച്ച ബാധിച്ചിരുന്നു, മഴയില്ലാതെ വിഷമിച്ചപ്പോൾ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഖാല ഇസ്തസ്ഖിൽ ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. നബിയേ, അങ്ങയുടെ സമുദായം വളരെ വിഷമത്തിലാണ്, അങ്ങയുടെ ഉമ്മത്ത് വളരെ നാശത്തിലാണ്, ഘട്ടത്തിലാണ്. മഴയില്ല, കൃഷികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. ഇസ്തസ്ഖിൽ ഉമ്മതിക, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങെന്നും മഴയെ തേടണേ. ഈ ഹദീസിന്റെ പരമ്പര സ്വഹീഹാണെന്ന് ഫത്ഹുൽ ബാരി. അപ്പൊ ഇങ്ങനത്തെ ചില ആളുകളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവരോട് ഇസ്തിഗ്ഹാസ നടത്തൽ ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ സ്വഹാബികൾ മുശ്രിക്കായി നമ്മൾ പറയേണ്ടത്. നിങ്ങൾ നടത്തുന്നില്ലെങ്കിൽ നടത്തണ്ട, നിങ്ങൾ ചോദിക്കേണ്ട, സഹായം ചോദിക്കുന്നവർ മുശ്രിക്കാണെന്ന് പറയണ്ട. അപ്പോൾ ഇവര് പറഞ്ഞു, അഭൗതിക മാർഗത്തിലൂടെ സഹായം ചോദിക്കൽ ശിർക്കാണ്. അതായത് അഭൗതികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത്, അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ശിർക്കല്ലാത്രേ. എന്നാൽ ഞാൻ അഭൗതിക മാർഗത്തിൽ ചോദിക്കാം. ഭൗതിക മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അഭൗതിക മാർഗം എന്ന് ചോദിച്ചാൽ ഒരു പറയും കാര്യകാരണങ്ങൾ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്തെങ്കിലും മനസ്സിലായത്? നിങ്ങൾക്ക് വല്ലതും തിരിഞ്ഞോ? കാര്യകാരണ ബന്ധത്തിന് അതീതമായി വല്ലതും തിരിഞ്ഞോ? തിരിയാതൊക്കെ അല്ലെന്ന് ഒരു ആവശ്യം. ഇതെന്തോ ഒരു സംഭവമാണ്, നമ്മൾ ചോദിക്കണമെങ്കിൽ അപ്പുറത്ത് നമുക്ക് വരുത്തി വെക്കണം. എന്താ ഈ കാര്യകാരണ ബന്ധം? അത് അഭൗതിക മാർഗം. അഭൗതിക മാർഗം. എവിടെ ചന്ദ്രൻ? അത് സൂര്യന്റെ പുറത്ത്. എവിടെ സൂര്യൻ? ചന്ദ്രന്റെ അപ്പുറത്ത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞു മൗലവി. കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് അതാ ഭൗതിക മാർഗം. അപ്പൊ ഇതൊരു കളിയാണ്. ഭൗതികമല്ലാത്ത മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായം ചോദിക്കരുത്. പ്രാർത്ഥനയാണ് എന്നാ പറഞ്ഞത്. വിഭാഗത്താണ് പ്രാർത്ഥന. വിഭാഗത്താവൂലേ? ഇതിന് പിന്നെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അർത്ഥം വരും. ഇതൊക്കെ തട്ടിപ്പാണ് സുഹൃത്തുക്കളെ. മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉമ്മായിക്കൊരു കുറച്ച് കഞ്ഞി തരി, ഉമ്മാനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയോ? അങ്ങനെ പറയാറുണ്ടോ? സഹായം ചോദിക്കലാണ്. ഡോക്ടറെ, എനിക്കൊരു വയറുവേദനയുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് രക്ഷിക്കണം. ഇത് സഹായ തേട്ടമാണ്. ഡോക്ടറെ വിളിച്ച് പ്രാർത്ഥിച്ചതല്ല, ഡോക്ടറോട് ദുആ ചെയ്തതല്ല, ഇബാദത്ത് ചെയ്തതല്ല. അയാളോട് സഹായം ചോദിച്ചതാണ്. അയാൾക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് അയാളോട് സഹായം ചോദിച്ചതാണ്. റസൂലുള്ളാഹി തങ്ങളോട് ഈ സ്വഹാബി എന്ന് പറഞ്ഞു, ഇസ്തസ്ഖിൽ ഉമ്മതിക, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയെ തേടണേ. മഴ പെയ്തു, മഴ കിട്ടുമെന്ന് ഉമറിനോട് പറയണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇദ്ദേഹത്തോട് സ്വപ്നത്തിലൂടെ അറിയിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളാണ്. അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയാൻ പറ്റൂല. അത് അഭൗതിക മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ തന്നെയാണ്. അഭൗതിക മാർഗത്തിലുള്ള സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മൗലവിമാരെ, അങ്ങനെ നിങ്ങൾ സ്വഹാബികളെ ശിർക്ക് ആരോപിക്കല്ല. ഇത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അപ്പോഴും പറഞ്ഞ അഭൗതിക മാർഗത്തിൽ സഹായം ചോദിച്ച ബദരീങ്ങളെ നമ്മളെ മാറക്കണ്ടല്ലോ. ഒന്നും ബദരീങ്ങളെ ഇല്ലേ? ഇവിടെ ആരും ബദരീങ്ങളെ എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുമ്പിൽ നിസ്കരിക്കാറുണ്ട് ഇല്ലേ? ഉസല്ലി ഫർള സ്വലാത്തൽ ഇശാഇ 4 റകഅത്ത് മുതവജ്ജിഹൻ ഇലൽ കഅബത്തി അദാഅൻ ലില്ലാഹി തആല. അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കും, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും. ഈ കോലത്തിൽ നമ്മൾ ആരെങ്കിലും ബദരീങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ച് ദ്വാരക്കുന്ന കോലങ്ങൾ എടുക്കണം. നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇങ്ങനൊരു ദ്വാ ഉണ്ടോ? ഇങ്ങനൊരു സമ്പ്രദായം മുസ്ലിമുകളിൽ ഉണ്ടോ? ഇല്ലല്ലോ. മുസ്ലിമീങ്ങൾ അവരുടെ വിഷമഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ വീഴാൻ പോകുമ്പോൾ പെട്ടെന്നൊരു വേദന വന്നാൽ ബദരീങ്ങളെ എന്ന് പറയാറുണ്ട്, മേന്നും പറയാറുണ്ട് അല്ലേ? ഇതൊക്കെ തന്നെ ഹൗ എന്ന് പറയും ചില ആൾക്കാർ. ആരെയും വിളിച്ചിട്ടുണ്ടാവുന്ന പറയുന്നത് മനസ്സിലായോ? ഇനി ഹൗ എന്ന് പറഞ്ഞ ഇലാഹ് വേറെ നാലും വ്യാഖ്യാനം വേണ്ട.
ഇതൊക്കെ സാധാരണ. ഇതിനങ്ങോട്ട് പറഞ്ഞ് പെരുപ്പിച്ചിട്ട് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നത് അഭൗതികമായ തേട്ടമാണ്. അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അല്ലാഹുവോടേ പാടുള്ളൂ. അത് ഇബാദത്താണ്. ഇബാദത്ത് അല്ലാഹുവേ പാടുള്ളൂ. അത് ശിർക്കായി. അപ്പൊ കുറെ ആൾക്കാർ വലിയ താടി വെച്ച് തന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവൂല. സാധുക്കളോ ഹവീലിരിക്കാൻ സംഗതി ശരിയാട്ടോ. ഇന്റമ്മ ഇന്നാളെ തന്നെ അരക്കാൻ വേണ്ടി പോകുമ്പോ തിണ്ടുമാന്ന് നോക്കിയോ ബദരീങ്ങളെ വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ചോനെ എന്റെ അമ്മ മുശ്രിക്കാണ്, മകൻ വിശ്വസിക്കണം. അപ്പൊ പൂർവീകരെ മുഴുവൻ മുശ്രിക്കാക്കാൻ വേണ്ടി അഭൗതിക സഹായതേട്ടെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട പൂർവീകരായ ആളുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി എന്തൊരു നിർവചനമാണോ അവര് കൊണ്ടുവന്നത്, ആ നിർവചനത്തിൽ ഇന്നവർക്ക് ഒരു പിടിയുമില്ലാതെ ഗതികിട്ട ആ പ്രേതത്തെ പോലെ അലഞ്ഞ് കടിപിടി തൂങ്ങി നടക്കുകയാണ്. അതായത് അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അവരുടെ ഇടയിൽ വല്ലാത്തൊരു ജിന്നുബാധയുണ്ടായി അല്ലേ? എല്ലാവർക്കും അറിയുന്ന കേസുകളാണ്. ജിന്നുമായി ബന്ധപ്പെട്ട് പുതിയ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്തിയപ്പോഴും അവർ ചില നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേർന്നു. ചില ആളുകൾ ജിന്നുകൾ മുട്ടയിടുന്ന ജീവിയാണെന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ജിന്നുകൾ നമ്മളുമായി ബന്ധപ്പെടും. ഒരാൾക്ക് ഗർഭമുണ്ടായാൽ, ഒരു പെണ്ണിനെ ഗർഭമുണ്ടായാൽ അയാൾ ആ കുട്ടിക്ക് ഗർഭിണിയായതിന് അയൽവാസിനെ സംശയിക്കണ്ട, അത് ചിലപ്പോ ജിന്ന് ഗർഭം ധരിപ്പിച്ചതായിരിക്കും എന്നൊരു ഫുലാൻ പറഞ്ഞു. ഫുലാൻ എന്ന ജയിലിലാണ്. അതേ കേസിന് അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ തോന്നിയ ആളുകൾ തോന്നിയതൊക്കെ ജിന്നിനെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളെ ആളുകൾ ചോദിച്ചു, ജിന്നുകളോട് ജിന്നുകൾ സഹായികളാക്കുകയും ജിന്നുകളെ കരീലുകളാക്കുകയും അവരോട് ഒളിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ അകപ്പെട്ടാൽ, ഒഴിഞ്ഞ മരുഭൂമിയിൽ അകപ്പെട്ടാൽ, ആരോഗ്യമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് വഴിയറിയാതെ വിഷമിക്കുകയോ മറ്റോ ചെയ്താൽ എന്നൊരാൾ വിളിച്ചുകൊള്ളട്ടെ എന്ന ഹദീസുണ്ട്. ഈ ഹദീസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഹദീസുമേലും കടിച്ചു തൂങ്ങിയിട്ട് അങ്ങനെ ഒരാൾ വിളിച്ചാൽ അത് ശിർക്കല്ല എന്നൊരു വിഭാഗം പറഞ്ഞു. വേറെ ഒരു കൂട്ടർ പറഞ്ഞു അത് ശിർക്കാണ്, ഈ ഹദീസ് വഹീഫാണ്, കള്ള ഹദീസാണ്, കള്ളത്തരമാണ് എന്ന് ചില ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പേടിയുമില്ലാതെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. മറ്റൊരു വിഭാഗം പറഞ്ഞു ശിർക്കാണെന്ന് പറയാൻ പറ്റൂല, ഈ ഹദീസ് വഹീഫാണെന്ന് പറയാൻ പറ്റൂല, ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്. മുൻഗാമികൾ ഇത് ചെയ്തിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയാൻ പറ്റൂല. ഇമാം നവവി അത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മുശ്രിക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് വേറൊരു വിഭാഗം. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, ജിന്നുകളെ ഇങ്ങനെ യാ ഇബാദല്ലാഹ് എന്ന് വിളിക്കുമ്പോ അവിടെ ജിന്നുകളാണെന്ന് അവർ പറയണത്, ജിന്നുകളെ ഉദ്ദേശിച്ചാൽ, മലക്കുകളെ ഉദ്ദേശിച്ചാൽ, മനുഷ്യനെ ഉദ്ദേശിച്ചാൽ അത് അഭൗതികമായ സഹായതേട്ടമല്ലേ? അഭൗതികമായ സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്നല്ലേ ഇത്രകാലം നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് ചില ആളുകൾ ചോദിച്ചപ്പോൾ അവർ വ്യാഖ്യാനിച്ചു, അത് അഭൗതിക സഹായത്തേട്ടല്ല, ജിന്നിനോടുള്ള സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ അഭൗതിക സഹായത്തേട്ടൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മൗലവി ന്യായീകരിക്കുന്ന വളരെ രസകരമായ സംഭവം. ഒരുപാട് അബദ്ധങ്ങളുണ്ട് അദ്ദേഹം ആ പറയുന്നതിനും. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാജസദസ്സ് എന്ന് പറയുന്നത് ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അടങ്ങിയ, പറവുകൾ അടങ്ങിയ ഒരു വിശാലമായ രാജസദസ്സാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെത്. അദ്ദേഹം പല സമയത്തും ജിന്നുകളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രജകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഈ ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാണ് നിങ്ങൾ പറഞ്ഞാൽ, അഭൗതിക മാർഗത്തിൽ സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ ജിന്നുകളോട് ചോദിക്കലും ശിർക്കാകൂലേ? അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി മുശ്രിക്കാണെന്ന് പറയേണ്ടി വരൂലേ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളും മറ്റുമൊക്കെ ആയി അരങ്ങേറിയപ്പോൾ ഇവരുടെ ഒരു മൗലവി പ്രസംഗിച്ചു, സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നിനോട് സഹായം തേടിയത് അത് ശിർക്കല്ല എന്ന്. 12 സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നിനോട് സഹായം ചോദിച്ചത് ശിർക്കല്ല. ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്ന
പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ. അഭൗതിക കാര്യമല്ല, അത് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി പറയട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജന പ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറിഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജന പ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന് അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. ജിന്നുകളോട് വിജന പ്രദേശത്തെത്തിയ ഒരാൾ ജിന്നുകളോട് അവർ യാവിഭാരതയോനി എന്ന സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജിന്നുകൾക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പിന്നെ നൽകാത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തസ്മിനി ഉമ്മത്തിക എന്ന് ആ സ്വഹാബി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് അവരുടെ മരണശേഷവും പ്രകടമാവുക തന്നെ ചെയ്യും. അവർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ട കറാമത്ത് കൊണ്ട് നമ്മെ സഹായിക്കണം എന്ന നിലയ്ക്ക് ഒരു വിശ്വാസി അവരോട് സഹായം ചോദിച്ചാൽ അത് അവർക്ക് നൽകപ്പെട്ട സഹായത്തിൽ കഴിവിൽ നിന്നുള്ള ചോദ്യമാണ്. മൗലവിമാരെ, അവർക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്നുള്ള സഹായത്തേട്ടമാണ്. മുഹയ്യിദ്ദീൻ ശൈഖിനോട് ഒരാൾ സഹായം ചോദിച്ചാൽ, മുഹയ്യിദ്ദീൻ ശൈഖിനെ ഒരാൾ വിളിച്ചാൽ യാ ഗൗസ് യാ മുഹയ്യിദ്ദീൻ എന്നൊരാൾ വിളിച്ചാൽ ആ വിളിച്ചതിന്റെ പേരിൽ അയാൾ മുശ്രിക്കാണെന്ന് പറയല്ല. മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മുശ്രിക്കാകും. നഫരീദ് ജിന്നേനെ വിളിച്ചാൽ ആൾ മുശ്രിക്കാകൂല. ഇത് ഇവിടുത്തെ വാദമാണ്. ഇത് ന്യായമാണ്. ഇത് ആദ്യം പറയുന്നത് വല്ലാത്തൊരു അബദ്ധമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഒന്നുകൂടി ആ വാദം കേട്ടോട്ട് വലിയ അബദ്ധമാണ്. ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജിന്നുകളോട് സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന് അദ്ദേഹം ഏതടിസ്ഥാനത്തിലാണ് പോകുന്നത്? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതായത് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി സുലൈമാൻ നബി പ്രജകളുടെ മുമ്പിൽ നടത്തിയ ഒരു കൽപ്പന വിശുദ്ധ ഖുർആൻ അത് വിശദമായി പറയുന്നുണ്ട്. ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ചോദിച്ചത് കൊട്ടാരം കൊണ്ടുവരാൻ ചോദിച്ചത് അത് ജിന്നുകൾക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അവിടെ ജിന്നുകളോട് ചോദിച്ചു എന്നല്ല. അതാ എല്ലാവരും ഇതിനൊക്കെ വിവരത്തിന്റെ ആഴമാണ് സുഹൃത്തുക്കളിൽ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യതീനി ബിഅർശിഹാ. തന്റെ രാജസന്നിധിയിൽ ഇരിക്കുന്ന നേതാക്കളോട്, അവിടെയുള്ള പ്രമാണിമാരോടാണ് ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം. അത് ജിന്നുകളോടാണ്. മലക് എന്ന് പറഞ്ഞാൽ അവിടെ ജിന്ന് മാത്രമാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് മൗലവിമാര് പ്രസംഗിച്ചു കൂട്ടുന്നത്? യാ അയ്യുഹൽ മലഉ, രാജസന്നിധിയിലിരിക്കുന്ന പ്രമാണിമാരോടാണ് ചോദ്യം. അവിടെ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പറവകളുണ്ട്. പറവയായിരുന്നു, ജിന്നായിരുന്നു, മനുഷ്യനായിരുന്നു. ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന സദസ്സിനോടാണ് ചോദ്യം. എന്താ ചോദ്യം? അയ്യുക്കും ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം, യമനിൽ കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരാൻ ആർക്കാണ് നിങ്ങളിൽ സാധിക്കുക? ആരാണ് അത് കൊണ്ടുവരാനാ ചോദിക്കുന്നത്? മനുഷ്യരാ കൂട്ടത്തിലുണ്ട്, ജിന്നുടെ ആ കൂട്ടത്തിലുണ്ട്, പറവകളുണ്ട്. എല്ലാവരോടും കൂടെയുള്ള ചോദ്യം. ഇത് മനുഷ്യ കഴിവിൽ പെട്ടതോ? മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളതല്ലേ? ഇവരുടെ നിർവചനം അനുസരിച്ച് സുലൈമാൻ നബി ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടിയിരുന്നത്. അപ്പൊ പറയും സുലൈമാൻ നബിന്റെ മുഅ്ജിസത്താണ്. സുലൈമാൻ നബിന്റെ മുഅ്ജിസത്താണെങ്കിൽ സുലൈമാൻ നബികൾ കൂടാൻ പോലും അവിടെ ഉള്ളവരെ ഉള്ള ആളുകൾ, സദസ്സിലുള്ള ആളുകൾ അത്ഭുതം കാണിക്കേണ്ട കാര്യമല്ല ഉണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ തന്നെ അത് വിശദമായി പറയുന്നുണ്ട്. മാത്രമല്ല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പറഞ്ഞപ്പോൾ അയ്യുക്കും യതീനി ബിഅർശിഹാ ഖബല അൻ യതൂനി മുസ്ലിമീൻ. അവർ മുസ്ലിമീങ്ങളായി ഇവിടെ വരുന്നതിന് മുമ്പ് ആരാണ് കൊണ്ടുവരാന്നുള്ള ചോദ്യം വന്നപ്പോ
قال عفريت من الجن أنا آتيك به قبل أن يقوم من مقامك أن تقوم من مقامك സുലൈമാൻ നബിയെ ഒരു ഇഫ്രീത്ത് പറയണ ഒരു ജിന്ന് പറയാണ് ഇഫ്രീത്ത് ജിന്ന് എന്ന് പറയും മല്ലനായ ഒരു ജിന്ന് തടിമാടനായ കരുത്തുള്ള ഒരു ജിന്ന് പറഞ്ഞു അനാ ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു തരാം ഇഫ്രീത്ത് പറഞ്ഞു ഇതെന്നെ എല്ലാ ജിന്നുകൾക്കും കഴിയും എന്ന് അവിടെ മനസ്സിലാവില്ല ഇഫ്രീത്തിന് ഇത് കഴിയണോണ്ട് ആ ഇഫ്രീത്ത് പറയും ഞാൻ കൊണ്ടുവരാം മാത്രമല്ല ഞാൻ അതിന് കഴിവുള്ളവനാണ് എനിക്കതിന് കഴിയും ഇതിന് കഴിയും മറ്റേ ജിന്നയ്ക്ക് കഴിയും എന്നതിനർത്ഥമല്ല കഴിയുമായിരുന്നെങ്കിൽ പറയുന്ന ഒരു സംഭവമായിട്ടല്ല പറയേണ്ടിയിരുന്നില്ല മനസ്സിലുണ്ടോ അപ്പൊ സാധാരണ ജിന്നുകൾക്കും കഴിയുന്ന കാര്യമല്ല എന്നിട്ട് അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ ആ സദസ്സിലുണ്ടായിരുന്ന വിശുദ്ധ കിതാബിനെ കുറിച്ച് വിവരമുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു അന ആതീക ബിഹി ഖബല അൻ യർതദ ഇലൈക തറഫുക അങ്ങയുടെ കൺപോള അങ്ങ് ചിമ്മിത്തു അങ്ങ് തുറന്നടക്കുന്നതിന്റെ മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാമെന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു അത്രേ ആ പണ്ഡിതനാണ് അത് മനുഷ്യനാണ് മൗലവിമാരെ യമനിൽ കിടക്കുന്ന കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം കിടക്കുന്ന അഗ്നിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആ സദസ്സിലുണ്ടായിരുന്ന ആസഫുവിന് ബർഖിയക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ കറാമത്ത് കൊണ്ടാണ് ഇത് അഭൗതിക സഹായത്തേട്ടമാണ് മനുഷ്യ കഴിവിന് അതീതമായ സഹായത്തേട്ടമാണ് ഇതിന്റെ പേരിൽ സുലൈമാൻ നബിയെ മുശ്രിക്കെന്ന് പറയാൻ പാടില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാ അതിനെ മൂക്കലും കെട്ട് വളച്ചതാക്കിയിട്ട് പറഞ്ഞത് സുലൈമാൻ നബി ജിന്നുകളോട് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് ഓരോ കഴിവുപെട്ട കാര്യമാണ് നമുക്ക് അല്ല അത് കൊണ്ടുവന്നത് മനുഷ്യരാ അതും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ എന്താ പറഞ്ഞു കൊടുക്കാൻ മടി മറച്ചു വെക്കാണ് ജൂത പണ്ഡിതന്മാരുടെ പണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജൂതന്മാർ ഇസ്ലാമിനെ ഏത് കോലത്തിലാണോ പൊളിച്ച് അടക്കാൻ ശ്രമിച്ചത് ആ പണിയാണ് ഇന്ന് കേരളത്തിലുള്ള മുജാഹിദ് മൗലവിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മുഴുവൻ ആശയം പറഞ്ഞു കൊടുക്കുക വിശുദ്ധ ഖുർആൻ പച്ചയായി പറഞ്ഞൊരു കാര്യമാണത് അത് പറഞ്ഞു കൊടുത്താൽ വേറൊരു തകരാറുണ്ട് അത് പറഞ്ഞു കൊടുത്താൽ അണികളുടെ നിന്ന് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ വരും ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല മാത്രമല്ല ജിന്നുമായി ബന്ധപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാര് ഇജ്തിഹാദും ഗവേഷണവും നടത്താൻ തുടങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അവര് ഭിന്നിച്ച് കണ്ടം തുണ്ടമായി 100 വർഷം തികഞ്ഞു എന്നവർ പറയുമ്പോൾ 8ാം സമ്മേളനം അവർ ആഘോഷിക്കുമ്പോൾ 8 കഷ്ടമായി മുജാഹിദുകൾ ചിന്നിച്ചിതറിക്കഴിഞ്ഞു എല്ലാം തൗഹീദിന്റെ പേരിൽ ജിന്നുകളുമായി ബന്ധപ്പെട്ട് അവര് ഗവേഷണങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ഈ മുൻകാലത്തുണ്ടായിരുന്ന പല ആദർശങ്ങളും ഇന്ന് അവർ വലിച്ചെറിഞ്ഞു മുമ്പുണ്ടായിരുന്നത് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രാഷ്ട്രീയ പാർട്ടി ചെയ്യാൻ ഞങ്ങൾക്ക് വിരോധമല്ലോ മാണി ജോസഫും കൂടി പറയാണ് ഞങ്ങൾ ലേന സമ്മേളനം നടത്തി അവർ പറയുന്നത് ഞങ്ങൾ ഒന്നാണ് അത് കേരള കോൺഗ്രസിനും മറ്റേ കോൺഗ്രസിനും മാണി ഗ്രൂപ്പിനും മറ്റേ ഗ്രൂപ്പിനും നടത്താൻ പറ്റും അത് രാഷ്ട്രീയ സംഘടനയാണ് മനസ്സിലാകുന്ന നാളെ ഇവിടെ വേറെ രാഷ്ട്രീയ പാർട്ടി കൂടി ഞങ്ങൾ ലേല സമ്മേളനം വെച്ചിട്ട് ഞങ്ങൾ അപ്പൊ ഒന്നാണെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് വേറെ തർക്കമൊന്നുമില്ല ആ ഒരു കുറച്ചും കൂടി ആൾക്കാർ പ്രവർത്തിക്കാൻ ആളുകൾ കൂട്ടി സ്ഥാനാർത്ഥി തന്നെ ഒരു സൗകര്യം നൃത്യം ഒരു സൗകര്യവും പക്ഷെ ഇതൊരു മതസംഘടന ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ് ഇത്ര കാലം സമൂഹത്തോട് ആശയം പറയാം ഒരു കാലത്തെ കുറിച്ച് ശിർക്കാണ് ഈ ശിർക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ചില്ലറ വെക്കുന്നത് ഇസ്ലാമിന്റെ അകത്തും പുറത്തു നിർത്തുന്ന പരിപാടിയാണ് ഒരാൾ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ആള് ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൾ ഇസ്ലാമിന്റെ ഉള്ളിലാണ് അയാൾ ഇസ്ലാമിന്റെ പുറത്താ അപ്പൊ ഇത്രയും കാലം ഒരു ടീമിനെ ഇസ്ലാമിന്റെ പുറത്തു നിർത്താൻ വേണ്ടി പറഞ്ഞ ഒരു വിഷയം ഒരാളോട് തിരുത്താണ് അത് ഇത്രയും കാലം പറഞ്ഞതൊക്കെ ശരിയായിരുന്നില്ല അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് തിരുത്തുമ്പോ ഇവരാദ്യം പറഞ്ഞു കൂട്ടിയതിന്റെ പേരിൽ തെറ്റായി ധരിച്ചു വെച്ച് അങ്ങനെ ജീവിച്ച് അമൽ ചെയ്ത ഒരു വിഭാഗമുണ്ട് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ ആളുകൾ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കാം
തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള ദീൻ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് പരിശുദ്ധമായ ദീനിനെ മുൻഗാമികളിലൂടെ മനസ്സിലാക്കണം. ദീനിനെ നമ്മൾ മുമ്പേ പറഞ്ഞു, സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബികൾ, താബിഈകൾ, തബഉ താബിഈങ്ങൾ, അവരിലൂടെ കഴിഞ്ഞു പോണ അഇമ്മത്ത്, ഇവരൊക്കെ കാണിച്ചു തന്ന പഠിപ്പിച്ചെന്ന അവിടെ നിന്നാ മതി. നിങ്ങൾ ഖുർആനും സുന്നത്തും പിന്നെ സ്വയം ഗവേഷണം നടത്തിയ ഹദീസും ആയത്തും ഒരു പരിഭാഷ എടുത്തേക്കുക, ഒരു ബുഖാരിന്റെ പരിഭാഷ എടുത്തേക്കുക, എന്നിട്ട് സ്വന്തം ഗവേഷണം നടത്തുക. ഓന്റെ ബുദ്ധിക്ക്, ചെറിയ ബുദ്ധിക്ക്, ആൾ മന്ദബുദ്ധിയാണെങ്കിലോ ആന പൊട്ടത്തിലാണ് ആൾക്ക് കിട്ടുക. ഇത് ജനങ്ങളോട് പ്രസംഗിക്കുക, അത് കുറെ ആൾക്കാർ തന്നെയാണ് തൗഹീദ് എന്ന് പറഞ്ഞ് നടക്കുക. ഈ ഒരു അവസ്ഥയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുൻകാലങ്ങളിൽ ജിന്ന് എന്ന് പറയുന്ന വർഗത്തെ തന്നെ നിഷേധിച്ച ആളുകളാണ് ഇവർ. പിന്നീട് അവർ ജിന്നുകൾ മനുഷ്യനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. പറയാനുള്ള കാരണമുണ്ട്. അഭൗതിക മാർഗത്തിൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്. അഭൗതിക മാർഗത്തിൽ ഉപദ്രവം കിട്ടും, ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാലും ശിർക്കാണെന്ന് പറഞ്ഞിരുന്നു. ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ആ കാലത്ത് സക്കരിയ മൗലവി പ്രസംഗിച്ച ഒരു പ്രസംഗം നമ്മൾ കേട്ടുനോക്കുകയാണ്. അതായത് മറഞ്ഞ മാർഗത്തിൽ ഉപദ്രവം ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ അയാളുടെ ഈമാനിൽ പെശക് പറ്റിയെന്നാ പറഞ്ഞത്. കേട്ടോളി, അതൊന്നും കളിക്കാത്തില്ല. പിന്നെ 13 തന്നെ പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും വല്ല അപസ്മാരമോ ഭ്രാന്തോ അല്ലെങ്കിൽ മാറാത്ത ഒരു കുട്ടൻചൊറിയോ എന്ത് വിളിച്ചാലും ശരി, അവിടെ ഇവരൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും മാറ്റല്ല. അപ്പൊ ഇബിലീസ് പറഞ്ഞു കൊടുക്കാതോ അവര് ചെയ്താവും. ആര് അപ്പുറത്തിരിക്കുന്ന 10 or 50 കൊല്ലമായി സന്തോഷത്തിൽ കഴിയുന്ന അയൽവാസിയെ ചൂണ്ടിച്ച് ഇബിലീസ് പറഞ്ഞാണ് അവര് ചെയ്തതാവും. എന്ത് ചെയ്തത്? മാരണം ചെയ്തത്, സിഹിർ ചെയ്തത്, ചെയ്വനം ചെയ്തതായിരിക്കും. ഗൂഢശക്തികൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിലക്ക് നമ്മളെ സഹായിക്കാനും നമുക്ക് ദോഷം ചെയ്യാനും പിശാചിന് കഴിയും എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കാര്യത്തിൽ 6ാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശക് പറ്റി. ഈമാൻ കാര്യത്തിൽ 6ാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശക് പറ്റിയും മറഞ്ഞ വഴി നമ്മൾ ഈ സിഹർ എന്ന് പറഞ്ഞ സംഗതി ഉള്ളതാണല്ലോ. സിഹർ സൗരൂപിക്കാത്ത എണ്ണിയതാണല്ലോ. അത് ജിന്നുകൾക്ക് പൂജ ചെയ്ത് നടത്തുന്ന ഒരു ഏർപ്പാടാണ്. ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയുള്ളൂ. അത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് സമൂഹത്തെ പഠിപ്പിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ജിന്നുകളെ സ്വാധീനിച്ചുകൊണ്ട് അങ്ങനെ നടത്തിയാൽ ജിന്നുകൾ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ ഈമാനിൽ 6ാമത്തെ കാര്യത്തിൽ പെശക് പറ്റി നാം മുമ്പ് പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതേ മനുഷ്യൻ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഒരു ലജ്ജയുമില്ലാതെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. 14 പിന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. സിഹിറിന് നേരത്തെ നമുക്ക് പറഞ്ഞു, സിഹിർ എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അങ്ങനെ വിശ്വസിച്ചാൽ അത് ഫലിക്കും എന്ന് വിശ്വസിച്ചാൽ ഈമാനിന് പുറത്താണ് മൂപ്പർ പറഞ്ഞത്. തുടരട്ടെ. വൻപാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആളുകൾ അത് ഉപയോഗിക്കുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് നടത്തിയത് മാത്രമല്ല, മുമ്പ് പ്രസംഗിച്ചത് മറന്ന അതേ സക്കരിയ മൗലവി തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തത് സിഹിർ എന്ന് പറഞ്ഞ സംഗതിക്ക് യാഥാർത്ഥ്യം ഉണ്ട് എന്നാണ്. 15 അപ്പൊ സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സിഹിർ ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. മുമ്പ് മുതൽക്കേ മുജാഹിദ് പ്രസ്ഥാനം ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സക്കരിയ സ്വലാഹി പച്ച കളവ് പറയാണ്. ഇതേ സക്കരിയ സ്വലാഹി മുമ്പ് പ്രസംഗിക്കാണ്, മാറാത്തൊരു കുട്ടൻ ചോറിയോ മറ്റോ ഉണ്ടായാൽ അത് ഇന്ന ആള് ചെയ്തതാണെന്ന് പറയും. സുഹൃത്തുക്കളെ ഒരു തട്ടിപ്പാണ്, അങ്ങനെ ഒരു സംഭവം അങ്ങനെ വിശ്വസിച്ചാൽ, സിഹറിൽ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ ജിന്നുകളിൽ മൂലം അഭൗതിക മാർഗത്തിൽ ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ഈമാനിൽ പെശക് പറ്റിയെന്ന് ഇതേ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ തോന്നിയവർക്ക് തോന്നിയ പോലത്തൊക്കെ പറയാം. ഇത് പലതരത്തെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇവിടെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കൂല. പക്ഷേ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ സ്വർഗം കിട്ടാനാണ് നമ്മൾ ചെയ്യുന്ന പണികൾ മുഴുവൻ. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞെടുത്ത് നിൽക്കണം. അതിനെന്ത് പറയണം? പറയുമ്പോൾ പറയേണ്ടത് പറയണമായിരുന്നു. മുൻഗാമികൾ പറഞ്ഞത് പറയണമായിരുന്നു. മുൻഗാമികളെ പഠിപ്പിച്ചത് പഠിപ്പിക്കണമായിരുന്നു. മുൻഗാമികളിലൂടെ പഠിക്കണമായിരുന്നു. ഇതാ നമ്മൾ മുമ്പ് പറഞ്ഞത്. മുമ്പ് മൂപ്പര പ്രസംഗം കേട്ട ആളുകൾ അത് കേട്ടിട്ട് ഈ സിഹർ എന്ന് പറഞ്ഞ സംഗതിയെ വിമർശിച്ച് നടന്ന ആളുകൾ ഇന്നും പ്രവർത്തകരുടെ കൂട്ടത്തിൽ സിഹറിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. സാക്ഷാൽ ചേകനൂരിസത്തിൽ
പുസ്തകത്തിന്റെ മറ്റൊരു പതിപ്പായ മടവൂര് ഗ്രൂപ്പ്, ഒരു ഒഴിവൊന്നുമല്ല, അവരെ കുറിച്ച് ഞാൻ കാണിച്ചാൽ കുറച്ചു കഴിയട്ടെ. ഈ വിഷയത്തിൽ സിഹിർ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനം വട്ടം കറങ്ങി നടന്നപ്പോൾ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞ് ജനങ്ങളെ വസ്വാസിലാക്കിക്കൊണ്ട് ഇവർ പല കാര്യങ്ങളും നിഷേധിച്ചു. എന്തിനധികം ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ ഒരു ഹദീസ് ഉണ്ട്. ഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, കണ്ണേർ ഉള്ളതാണ്. കണ്ണേറിനുള്ള മന്ത്രം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികൾ അങ്ങനെ മന്ത്രിക്കാറുണ്ടായിരുന്നു, ചികിത്സിക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ മാതൃക സ്വീകരിച്ച് നമ്മളും വല്ല വിഷമമോ ബുദ്ധിമുട്ടോ ഒരു അലട്ടലോ ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്തൊരു രോഗമൊക്കെ വരുമ്പോ കുട്ടിക്ക് വല്ല 40 പറ്റിക്കാണും, കണ്ണേറ് പറ്റിക്കാണും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ഉസ്താദുമാരുടെ പോകും. ഉസ്താദുമാർ എല്ലാ ഉസ്താദുമാരും പോണവരുമാണെങ്കിൽ അതും കൂട്ടത്തിൽ പറയേണ്ടത് തന്നെയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഒറിജിനൽ ഉണ്ടാകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകും. അതും കൂടെ കരുതണം. പ്രത്യേകിച്ച് ഗൾഫിൽ മാപ്പിള പുയാപ്പിളാര് ഗൾഫിലുള്ള സഹോദരിമാർ കേട്ടിനോടത്തേക്ക് മുഴുവൻ വണ്ടി കയറി പോകരുത്. തട്ടിപ്പന്മാർ ഈ മേഖലയിൽ ധാരാളം, ഒരു സംശയ കാര്യത്തിലില്ല. അത് പ്രവാചകന്മാർ വരെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നതാണ്. അതുകൊണ്ട് ചികിത്സാരികളും ഡ്യൂപ്ലിക്കേറ്റ് വരും. നബി തങ്ങൾ അതിന്റെ മന്ത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടാറുണ്ട്, മന്ത്രിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. അതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാറുമുണ്ട്. ഇതൊക്കെ നാട്ടിന് മുമ്പേ നടന്നു പോരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് മുജാഹിദ് മൗലവിമാര് വന്ന് പറഞ്ഞു, കണ്ണേറ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയല്ല. ഇതേ സക്കരിയ സ്വലാഹി ഈ കണ്ണേറിനെ നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. പച്ചയായ ഹദീസ് നിഷേധം 16 അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മളെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അങ്ങോട്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോ എന്താ ചെയ്യുവാന്റെ കുമ്പളങ്ങ കുശാലായിട്ടുണ്ടല്ലോ, അങ്ങോട്ടിയൊക്കെ അവിടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീട് 2 വീട് മൊത്തം വീഴുമ്പോ മനുഷ്യന്റെ നാവ് എന്തൊരു പിന്നെ നാട്ടിലാകെ പാട്ടായി. അങ്ങോട്ടേക്ക് ഏതെങ്കിലും വെക്കണ്ടേ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മുടെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറിച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി കണ്ടാ വല്ലവരും പറഞ്ഞളി. അപ്പൊ നാവേട് തട്ടും, നാവേടിലേറ്, കല്ലുകൊണ്ടിലേറും വാളുകൊണ്ടിലേറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവുകൊണ്ടിലേറ്, നാവേട്, പിന്നെ കണ്ണുകൊണ്ടിലേറുന്നതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യക്കാരുടെ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചെടുക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. കണ്ണേറിനെ നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗമാണ്. കണ്ണേറിൽ ഒരാളെ വിശ്വസിച്ചാൽ ആ ആൾക്ക് ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഉപരി പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നില്ല. കാരണം ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകരുടെ വാചകമാണ്. ഇന്നൽ ഐന ഹഖ്വൻ, കണ്ണേറെന്ന് പറയുന്ന സംഗതി ഉള്ളതാണ്. അതിന് വേണ്ട ചികിത്സ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, മന്ത്രം പഠിപ്പിച്ചു തന്നു അല്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റൊരു മൗലവി കണ്ണേറിനെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കി. 17 കണ്ണേർ കണ്ണേർ സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കി വെക്കല്ല വേണ്ട. അത് ഹറാമായ ചികിത്സ. പടച്ചവൻ പഠിപ്പിച്ച ചികിത്സ നമ്മൾ പഠിപ്പിച്ചില്ല. പേക്കോലുണ്ടാക്കി വെക്കണം മൂല്യന്മാർ ഇല്ല. ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും പെരണ്ടാക്കുമ്പോ പെരന്റെ മുകളിൽ നിങ്ങളെ വല്യപ്പാന കുപ്പായ ചുക്കൊക്കെ ഇട്ടുകൊടുത്ത് കാണും ഒരു പേക്കോലുണ്ടാക്കി ഇങ്ങനെ മൺകുടിക്കുമായി കുറച്ച് കണ്ണും മൂക്കൊക്കെ വരച്ചു വെക്കണം മൂല്യന്മാർ വളരല്ലോ? ഇല്ല. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കാറുമില്ല. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചികിത്സകളും മന്ത്രങ്ങളും ഉണ്ട്. അത് ചെയ്യണമെന്നും അത് ചെയ്യുന്നവരുമാണ് ഞങ്ങൾ. അത് സമൂഹത്തെ പഠിപ്പിച്ചവരാണ് ഞങ്ങൾ. നിങ്ങളുടെ മൗലവിമാരത് നിഷേധിച്ച് നടന്നവരാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഒരു മൗലവി നിഷേധിക്കുമ്പോൾ മറ്റൊരു മൗലവി ഇത് സത്യമാണെന്ന് പ്രസംഗിക്കാണ്. ഇതൊക്കെ പ്രസംഗിക്കാതെ ആരോടാണ് നിങ്ങള്? ഒക്കെ ഒരു കൗമിനോടാണ്. ഇതൊക്കെ പ്രസംഗിക്കുന്ന ഒരു കൗമിനോടാണ്. എന്നാൽ ഇത്
പ്രസംഗിക്കുന്ന സമയത്ത് മുന്നൊരു പുരാൻ ചോദിക്കണ്ടേ, അല്ല മൗലവി മുമ്പ് സക്കരിയ സ്വരായി ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് കണ്ണുകളിലൊന്നും സംഗതി ഇല്ലാന്നാ, നിങ്ങൾ വന്ന് പറഞ്ഞത് സക്കരിയ പിന്നെ കണ്ണൂർ ഉണ്ട് എന്നാണ്. ഇതിപ്പോ ഏതാപ്പം ഞങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് ഒരു പുരാനെങ്കിലും ചോദിക്കണ്ടേ? അതിന് ഉള്ളിൽ ആൾപ്പാർപ്പ് വേണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജിന്ന് സംബന്ധമായ ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്തിയ മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ജിന്നുകളെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് പോലും അറിയാതെയായി. നമ്മളെ കൂട്ടത്തിൽ ജിന്നുകളെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ ജിന്നുകളെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾക്ക് ജിന്നുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ പൂർവികരായ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഈകൾ ഇവരൊക്കെ പഠിപ്പിച്ച ഇവരെ കുറിച്ച് ധാരണ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ജിന്നുകളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. സ്വന്തമായി ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിന്നെ ഹനീഫ് കായക്കോടി എന്ന് പറയുന്ന ഒരു മൗലവിണ്ട്. മൂപ്പർ ജിന്നുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേൾക്കണം, ശരിക്കും കേൾക്കണം, വിഷയം മനസ്സിലാകണമെങ്കിൽ. പിന്നെ 17:2 നാം പറയുന്നത് ജിന്നിനെ എങ്ങനെ കേൾക്കാൻ കഴിയും? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണല്ലോ. നാം ചോദിക്കുന്നത് കേൾക്കാനും ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ വിളി, നമ്മുടെ ചോദ്യം അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആര് പറഞ്ഞു തരണം? അല്ലാഹു പറയണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാം, കാതുകൊണ്ട് കേൾക്കാനുള്ള ഒരു കഴിവ് ജിന്നിനുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല എന്നാ മുമ്പ് പറഞ്ഞത്. ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്ന ശബ്ദങ്ങൾ, നമ്മുടെ ശബ്ദങ്ങളൊന്നും ജിന്നുകള് കേൾക്കൂല എന്നാണ് മൂപ്പരെ ഇജ്തിഹാദ്. എന്നാൽ ഇതേ നേരത്തെ പറഞ്ഞ സക്കരിയ മൗലവിക്ക് ഇതിലൊരു വിഷയം പറയണം. അതൊന്നും കേട്ടു നോക്കി. 17:3 ഇന്നക്കറിയോ അൽമുനബിയുക്കും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ നതീം. സൂറത്ത് ശുഅറയിലെ അവസാനത്തെ ആയത്ത്. ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? പിശാചുക്കൾ ഇറങ്ങുന്നത് ജ്യോത്സ്യന്മാരുടെ മേലാണ്. മഹാവ്യാജകനും ദുഷ്ടനുമായ എല്ലാവരുടെ മേലുമാണ്. യുൽഖൂന സംഅ, അല്ലോ അവർ ചെവി കൊടുക്കുന്നതാണ്. ഇത് ചെവി മുറിച്ച് ജിന്നിനൊടുക്കല്ല, പറയണേ കേൾക്കലാണ്. അവരിൽ അധികം ആളും വ്യാജം പറയുന്നവരാകുന്നു. അപ്പൊ ജ്യോത്സ്യന്മാർക്ക് തട്ട് കേട്ടിട്ട് അവിടുന്ന് ശൈത്താന്മാര് കൊണ്ടുവന്നത് ചവിട്ടിൽ പറഞ്ഞു കൊടുക്കുമോ? വ്യക്തമായിട്ട് ഹദീസുണ്ട്. വ്യക്തമായിട്ടുള്ള ഹദീസുണ്ട്. നാം നേരത്തെ പറഞ്ഞ പുരാൻ എന്താ പറഞ്ഞത്? കായക്കോടി ഹനീഫ് മൗലവി. ഇത് രണ്ടും ഒരു ഗ്രൂപ്പിലായിരുന്നു. ഇത് രണ്ടും ഒരേ ആദർശത്തിലായിരുന്നു. ജിന്ന് ഗ്രൂപ്പ് അല്ലെങ്കിൽ AP ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഔദ്യോഗിക ഗ്രൂപ്പ് എന്നൊക്കെ പറയും. പിന്നെ അവനാണ് തോന്നിയതൊക്കെ പറയാനാണ്. ഏതായാലും ഈ വിഭാഗത്തിന്റെ സംവാദ വേദികളിൽ നിറഞ്ഞ സാന്നിധ്യങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. ജിന്ന് കേൾക്കുമോ എന്ന വിഷയത്തിൽ പോലും അവർക്ക് ഒരു ഏകാഭിപ്രായമില്ല. ഒരു പുരാൻ പറ ജിന്ന് കേൾക്കൂല. അത് പറയുന്നതും പാവപ്പെട്ട KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും പിന്നെ ബുദ്ധി പണയം വെച്ച കുറെ സാധുക്കളോട് വേറൊരു പുരാൻ എന്ന് പറയാണ്, അല്ല കൂട്ടരെ ജിന്ന് കേൾക്കും. പിന്നെ കേൾക്കുന്ന ഖുർആൻ പറയാണ്, ഹദീസ് പറയാണ്, വ്യക്തമായ ഹദീസ് ഉണ്ട്. ഇതും പറയുന്നത് ഒരു ടീമിനോടാണ്. ഈ സാധുക്കളൊക്കെ കൂടെ പിന്നെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു ആദർശ പ്രസ്ഥാനത്തിന് സമൂഹത്തോട് ആദർശ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരണ ദഅവത്ത് നടത്തുമ്പോൾ, പ്രബോധനം നടത്തുമ്പോൾ തന്റെ ബുദ്ധിയും യുക്തിയും അതിനെ ഒരു മാനദണ്ഡമാക്കരുത്, പ്രമാണമാക്കരുത്. മുൻഗാമിലേക്ക് മടങ്ങണം, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗം അവലംബിക്കണം എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. സ്വന്തമായി ഗവേഷണം നടത്തിയാൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് പുറത്താക്കലും അകത്തുള്ളവരെ പുറത്തു വരിച്ചതൊക്കെ ആയിട്ട് സംഘടനയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇത്ര കാലവും സമൂഹത്തിന്റെ മുന്നിൽ ജിന്ന് സംബന്ധമായ ഒരു മൗലവി ജിന്നുകൾ സഹായിക്കും എന്നും ജിന്നുകൾ തുടങ്ങിയ
ഇറക്കിയ വിജന പ്രദേശത്ത് വെച്ചും മറ്റും ജിന്നുകളെ വിളിച്ചവർ സഹായിക്കുമെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുകയോ പ്രസംഗിച്ചവരെ ന്യായീകരിക്കുകയോ ഒക്കെ ചെയ്ത മൗലവിമാർ സമൂഹത്തിന്റെ മുന്നിൽ ഈ അടുത്ത കാലത്ത് കരഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു രംഗമുണ്ട്, പരിഹാസ്യമായ രംഗം. നമ്മളൊക്കെ ഇത്രയും കാലം നമ്മൾ ശിർക്കിലായതുകൊണ്ട് അബദ്ധം പറ്റിയതുകൊണ്ട് തൗബ ചെയ്യാൻ ഒരു മൗലവി ഒരാൾ തൗബ ചെയ്യാൻ, നമ്മളൊക്കെ തൗബ ചെയ്യാനാണ്. നിങ്ങൾ തൗബ ചെയ്യാനാടാ? മന്ദാരങ്ങാടിക്കാരോട് പിന്നെ തൗബ ചെയ്യാ. നമ്മളൊരു വിഷയത്തിൽ തെറ്റ് പറ്റിയാൽ നമ്മളെടുത്ത് ദോഷം വന്നു, അള്ളാഹുള്ള ദോഷമാണ്, ശിർക്കാൻ കൂട്ടിക്കോളി. ഇനി വേറെല്ലാണെങ്കിൽ അവിടെ പിന്നെ അവിടെ അക്കളപാട് മറ്റൊന്നല്ല. ശിർക്ക് ഇത് അള്ളാഹുവിനെ പങ്കു ചേർക്കലല്ലേ, ഉലൂഹിയത്തിൽ മറ്റൊരാളെ ചേർക്കലല്ലേ. അപ്പൊ നിങ്ങൾ നോക്കി, ഈ വിഷയത്തിൽ ഒരാൾ അബദ്ധത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശിർക്കിലായിരുന്നു എനിക്ക് ബോധ്യപ്പെടുമ്പോ ഞാൻ തൗബ ചെയ്യുന്ന മറ്റവരോട് ആണോ? അള്ളാഹുവിനോടാണ് തൗബ ചെയ്യാൻ കൂട്ടരെ, അള്ളാഹിനോടല്ലേ? റബ്ബിലേക്കാണ് ഖേദിച്ച് മടങ്ങേണ്ടത്. പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ഒരു മൗലവി പച്ചയായി പരിഹാസ്യനായി പശ്ചാത്തപിക്കുന്ന ഒരു രംഗമുണ്ട്. 17 ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളൊരു കാരണം, എന്റെ ഒരു വാക്കുകൊണ്ട്, ഖലീഫായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. മാലോകരോട് മാപ്പ് ചോദിക്കാണ് മൗലവി. ഏത് ഖുർആനിന്റെ ഏത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാലോകരോട് പശ്ചാത്തപിക്കേണ്ട ആയത്തും ഹദീസും മൗലവിമാർക്ക് കിട്ടിയത് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. തോന്നിയാസം വിളിച്ചു പറയുമ്പോഴുണ്ടോ ഇതിന്റെ പേരിൽ? മാലോകരോട് മാപ്പ് ചോദിക്കാത്രേ. ഞാൻ ഇത്രയും കാലം പ്രസംഗിച്ചത് അബദ്ധമായെങ്കിൽ മാലോകരോട് മാപ്പ് ചോദിക്കുക, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്ക, അള്ളാഹുവിനോട് തൗബ ചെയ്യ്. ഒരാൾ മുശ്രിക്കാണെങ്കിൽ അയാൾക്കത് ബോധ്യപ്പെട്ടാൽ തൗബ ചെയ്യുക എന്ന് പറഞ്ഞ അയാളുടെ തൗബ എന്ന് പറഞ്ഞത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ വാചകം ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഒരാൾ ചെയ്യേണ്ടത്. അതാ ചെയ്യണ്ടേ. അനസ് മൗലവി കൂട്ടരും ഷഹാദത്ത് ചൊല്ലിങ്ങോട്ട് വരി. നിങ്ങൾ ഈ പറഞ്ഞ കോലത്തില് നിങ്ങൾ അബദ്ധത്തിലാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കലും ആലോകരോടല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിഹാസ്യരായി മുജാഹിദ് മൗലവിമാർ സമൂഹത്തിന്റെ മുന്നിൽ കപട നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിന്നുകളെ കുറിച്ച് നിഷേധിച്ച ആളുകൾ കാഹന്മാരും നാടന്മാരുമാണെന്ന് പറഞ്ഞവർ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന ദിക്റിനെ പരിഹസിച്ചവർ ഖുബൂസും ഖബായിസും ആൺപിശാചും പെൺപിശാചും എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞപ്പോ, നമ്മുടെ മുൻഗാമികൾ അതിന് അർത്ഥം പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ആൺ കൊതുകുകളും പെൺകൊതുകുകളുമാണ് എന്ന്. അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ജിന്നുകൾ അവർക്ക് വിശ്വാസം തന്നെ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു വർഗമുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയാലുക്കളായിരുന്നു. ഇതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച് നടന്ന മൗലവിമാർ, ചികിത്സകളെ പരിഹസിച്ച മൗലവിമാർ ഇന്ന് അവർ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന മുജാഹിദ് വിഭാഗത്തിന്റെ കരുത്തനായ ഒരു പ്രവർത്തകൻ, അവരുടെ മുഖാമുഖങ്ങളിൽ മൈക്ക് പിടിച്ചു കൊടുത്തും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന കരുത്തനായ ഒരു പ്രവർത്തകൻ ജമാൽ ചെറുവാടി എന്ന വിദ്വാൻ, അദ്ദേഹം ഇന്ന് ജിന്ന് ഇറക്കുന്ന ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മുജാഹിദ് മൗലവി. പക്ഷെ ജിന്ന് ചികിത്സ അല്ല, കൗൺസിലിംഗ് ആണ് പേര്. എന്താ പേര്? കൗൺസിലിംഗിന്റെ പേരിൽ ജിന്നുകളെ അടിച്ചിറക്കുന്ന ചികിത്സാ രീതിയാണ്. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. 17 ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ചെറുവാടി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന്റെ ജോലി ജിന്നെ അടിച്ചിറക്കുന്ന ചികിത്സയാണ്. പറയട്ടെ. നമ്മൾ നടത്തി വരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അല്ലാഹുവിനൊരിക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു, എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ, അത്
എന്തെന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ ജമാൽ ചെറുവാടി എന്ന് പറയാം, അദ്ദേഹം മുമ്പേ കുറിച്ച് ഇവരെ ജമാൽ ചെറുവാടി തട്ടിപ്പുകാരനാണ് ഒരു ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ മറുപടിയാണ്. ഇതാണ് ആളെന്ന് പരിചയപ്പെടുത്തിയാണ്. ഈ ജമാൽ ചെറുവാടി എന്ന് പറയുന്ന വിദ്വാൻ അദ്ദേഹത്തിന് ഇന്നത്തെ പണി ജിന്നുകളെ അടിച്ചറക്കാൻ, ജിന്ന് കൂടിയ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മൂപ്പരത് ഇറക്കിക്കോളും. മുജാഹിദ് മൗലവിമാരാണ്, ജിന്ന് ക്ലിനിക്കുകൾ തുടങ്ങിയവരാണ് ഇന്ന് മുജാഹിദുകൾ. കൗൺസിലിംഗിന്റെ പേരിൽ അടിച്ച് ചികിത്സ നടത്തുന്നവരാണ് മുജാഹിദുകൾ. 15 അത് കണ്ടോ നിങ്ങൾ? ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് ഇൽമക്കണ്ട് നമ്മൾ അത് നടക്കാൻ പോകാൻ. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ചികിത്സ അറിഞ്ഞു. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാധീനം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കാം. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മതത്തിൽ തികഞ്ഞിട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാം. ഇതിൽ പരിശോധിച്ച് ജിന്നിനെ എവിടെ കാണുന്നില്ല. അവസാനങ്ങൾ നോക്കുമ്പോൾ ഒരു വിരലിങ്ങനെ ഇയാൾ പറഞ്ഞു ഈ വിരലിന്മേലാണ് ജിന്ന്, ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിനിധി? അടിക്കണം. കുട്ടിയുടെ ആംഗലമായ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടിയിട്ടാണ് തീർന്നില്ല. തൊട്ടടുത്തൂടെ ഇടമണ്ണയിലെ മുണ്ടേകരയല്ല ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി. അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസികാസ്വാസ്ഥ്യം ഉണ്ടായി. ജിന്നു കൂടിയാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെറ്റോട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസരത്തെ എന്ത് ചെയ്തു? കുട്ടിയെ മനസ്സിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി പറയണ്ട. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജിന്ന് ചികിത്സ മുജാഹിദ് മൗലവിമാർ നടത്തിയത് നമ്മൾ പറഞ്ഞാൽ ചെറുപ്പങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാവും. ഓരോട് പറഞ്ഞോട്ടെ എന്ന് കേട്ടിട്ടുള്ളതാണ്. അവര് തന്നെ പറയാൻ, മുജാഹിദ് മൗലവിമാർ ഇന്ന് ജിന്ന് ക്ലിനിക്കുകൾ തുടങ്ങുകയും കൗൺസിലിംഗിന്റെ പേരിൽ അടിച്ചിറക്കി ചികിത്സ നടത്തുകയും ചെയ്യുന്ന ഒരു രംഗം കേരളക്കര കാണുകയാണ്. മുമ്പ് ഇവിടെ നമ്മൾ ആയത്തുൽ കുർസിയും ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും മുഅവ്വിദത്തിലേക്ക് ഓതുന്ന വെള്ളം വന്നിരിച്ച് കുടിച്ചാൽ സുബ്ഹാനല്ലാഹ് ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നറിയിക്കാനാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിലല്ല, ധാർമ്മികമായ ഉത്തരവാദിത്ത നിർവഹണമാണ്. പ്രസ്ഥാനത്തോടുള്ള അവരുടെ ആശയത്തോടുള്ള പൊരുത്തക്കേട് കൊണ്ടാണ്, അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, മുസ്ലിമീങ്ങളെ ആ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമ്പോഴും ഇതൊന്നും അറിയാത്തതുപോലെ പാവപ്പെട്ട സാധാരണക്കാരുടെ മുന്നിൽ വന്ന് വലിയ വായിൽ നല്ല സ്വരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആകെ പ്രശ്നങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം കലങ്ങിയ വലവെള്ളപ്പാച്ചിലിൽ ഒഴുകുന്ന വെള്ളം പോലായിട്ടും ഒന്നും അറിയാത്ത പാമര ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കാൻ ചില മൗലവിമാര് കച്ചകെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ രംഗം ഞാൻ കാണിച്ചതാണ്. ചില ആളുകൾ ഇവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അതുകൊണ്ടാണ് നമ്മളതൊക്കെ ഇട്ട് കേൾപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നമില്ല എന്ന് പാവപ്പെട്ട ജനങ്ങൾ 17-4 പാവപ്പെട്ട ജനങ്ങളെ വിശ്വസിച്ച് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ വളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള മുജാഹിദ് പ്രസ്ഥാനത്തിൽ പൊട്ടിത്തെറികൾ നടക്കുന്ന സമയത്താണ് ഫുലാന പ്രസംഗിക്കുന്നത്. പാവപ്പെട്ട സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ മനസ്സിലാക്കണം, ഈ സ്വരത്തിന്റെ പിന്നിൽ വഞ്ചനയാണ്, ഈ ശബ്ദത്തിന്റെ പിന്നിൽ കാപ്പട്യമാണ്, പച്ചക്കളവ് ഉള്ളറിഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പുലമ്പുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ, സാധാരണക്കാരുടെ മുമ്പിൽ.
ഇന്ന് എവിടെത്തി? സക്കരിയ സ്വലാഹി ശിർക്ക് ചെയ്യുന്ന ആളാണെന്ന് ആരോപിച്ചുകൊണ്ട് മറുവിഭാഗം സക്കരിയ സ്വലാഹിയെ പുറത്തെറിഞ്ഞെടുത്തെറിഞ്ഞു അല്ലേ? കേരള ജനത പച്ചയായി കണ്ടു. ഇവിടെ പ്രബുദ്ധരാണ് ജനങ്ങൾ. ഈ രൂപത്തിൽ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് സ്വരം മാറ്റിയാൽ തിരിച്ചറിയാതെ പോകുമെന്ന് ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദിവാസ്വപ്നമാണ് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഇത്തരം ആളുകൾ ഇവിടെ ഊരു ചുറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപജയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ദൃശ്യ മാർഗത്തിൽ കൂടി തന്നെ കാണാൻ അവസരം നൽകിക്കൊണ്ട് തന്നെ ക്ലിപ്പുകളിലൂടെ നമ്മൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഞാൻ ജിന്നുമായി ബന്ധപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം എടുക്കുകയാണ്, ഊരാണ്. അതായത് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ജിന്നുകളുടെ പിന്നാലെ പോയാൽ ഒട്ടിച്ചു പോയ മാലികാരം എവിടെ എത്താൻ അറിയില്ല. അങ്ങനെയാണല്ലോ, ഒട്ടിച്ച ഒരു പണിയാണല്ലോ. അപ്പൊ എവിടെ എത്താൻ അറിയില്ല, നമുക്ക് സമയം ഒരുപാട് പോകും. തൽക്കാലം ഞാൻ അവിടെ നിന്ന് പോരാണ്. ആകെ തുക മൊത്തം ടോട്ടല് മുജാഹിദ് പ്രസ്ഥാനം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ് 100 വർഷം പ്രചരിപ്പിച്ചത് ആകെ ടോട്ടല് മുൻഗാമികളെ മുശ്രിക്കുകളാക്കലായിരുന്നു. മാത്രമല്ല നമ്മുടെ മുൻഗാമികൾ ആചരിച്ചു പോന്നിരുന്ന മാല മൗലിദുകൾ മുഴുവൻ ശിർക്കാണെന്നവര് പറഞ്ഞു. മാല മൗലിദുകൾ ശിർക്കാണെന്ന് പറഞ്ഞു അല്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മുസ്ലിം വീടുകളിൽ നിന്ന്, മുസ്ലിം സ്റ്റേജുകളിൽ നിന്ന്, മുസ്ലിം പേജുകളിലൂടെ സമൂഹത്തിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നിരുന്ന മധുരമായ സ്വലാത്തിന്റെ ഈണം ഇത് പാടുന്ന മുസ്ലിമിന്റെ മുഖത്ത് നോക്കി ഇത് ശിർക്കാണെന്ന് ഘോഷിച്ചവരാണ് കേരളത്തിലുള്ള മുജാഹിദ് വിഭാഗം. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു ഇവരെ പറയുന്നതിലും കാര്യമുണ്ടെന്ന്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണോ, മൗലിദുകൾ എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ മൗലിദുകൾ, മഹാന്മാരായ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ മൗലിദുകൾ, അവരുടെ മാലകൾ എന്നൊക്കെ പറയുന്നത് അവരുടെ അപദാനങ്ങളെ വാഴ്ത്തലാണ്, അവരുടെ പ്രകീർത്തനങ്ങളാണ്, അവരുടെ ചരിത്രം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കലാണ്. അത് ഗദ്യരൂപത്തിലുമാവാം പദ്യരൂപത്തിലുമാവാം. ഇതിനൊക്കെ നമുക്ക് മാതൃകയുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി ഇന്നർ റസൂല സൈഫുൻ യുസ്തവാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. നബിയേ, വാളുകളുടെ കൂട്ടത്തിൽ അങ്ങ് തിളങ്ങുന്ന വാളാണല്ലോ നബിയേ. ഇന്ത്യൻ നിർമ്മിതമായ തിളങ്ങുന്ന വാളാണല്ലോ നബിയേ. സാഹിത്യ സമ്പുഷ്ടമായ കവിതാ ശകലങ്ങൾ കഅബറബിയല്ലാഹുവിന്റെ വായിൽ നിന്നും നിർഗളിച്ചപ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ തോളിൽ കിടന്നിരുന്ന പുറപ്പുറത്ത് കഅബറബിയല്ലാഹുവിനെ സമ്മാനിക്കുകയാണ്. അവിടത്തെ മഹത്വം പറഞ്ഞതിന്റെ പേരിൽ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു പീഠം നിർമ്മിച്ചു കൊടുത്തിരുന്നു. ഹബീബിന്റെ മഹത്വം പറയാൻ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഫഇന്ന അബി വവാലിദതി വഉമ്മി ലിഉമ്മി മുഹമ്മദിൻ മിൻകും യഖറഉ എന്ന് പാടിയ പ്രവാചക പ്രേമത്തിന്റെ ആരൂപമായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇതുപോലുള്ള മുൻഗാമികൾ മുഴുവൻ ആലപിക്കുകയും പാടുകയും പറയുകയും ചെയ്ത പ്രവർത്തിച്ച് കാണിച്ചു തന്നൊരു മാതൃകയാണ്. പ്രവാചകന്റെ മഹത്വം പറയുക, പ്രവാചകന്റെതല്ലാതെ ഒരു മുസ്ലിം ആരുടെ മഹത്വമാണ് സുഹൃത്തുക്കളെ പറയേണ്ടത്? പ്രവാചകന്മാരുടെ മഹത്വം പറയുക, അമ്പിയാക്കളുടെ മഹത്വം പറയുക, ഔലിയാക്കളുടെ മഹത്വം പറയുക. ഇതൊക്കെ ദോഷം പൊറുക്കുവാനുള്ള സംഗതിയാണ്. ഇതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ആചരിച്ചു പോന്നു. അത് പക്ഷേ അടുത്ത കാലത്ത് വന്ന മുജാഹിദ് വിഭാഗം മൗലവിമാര് സമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗിച്ചു നടന്നു. മാല മൗലിദുകൾ ശിർക്കാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും പലരും തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിയണം, ആദരവ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ
മുജാഹിദ് പ്രവാചകന്മാരോടുള്ള അനാദരവിന്റെ പേരിലുള്ള ഒരു പ്രസംഗവും ഒരു ആദർശവും മാത്രമായിരുന്നു സുഹൃത്തുക്കളെ അതിന്റെ പിന്നിൽ. നമ്മളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ സ്വലാത്ത് ചൊല്ലിയ ഒച്ച മതിയാവില്ല അല്ലേ? റസൂലുള്ളാഹിനെ കുറിച്ച് മദഹ് പറഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ ചരിത്രം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ ഈറനണിയും. എന്നാൽ പ്രവാചക പുങ്കവനെ കുറിച്ച് മുജാഹിദ് മൗലവിമാർ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച ചില ഭാഗങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കാൻ പോവാം. അപ്പം മനസ്സിലാക്കുക, ഇവര് മൗലിദിനെ എതിർത്ത് വെറുതെ നല്ല 18 മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നു പോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിങ്ങൾക്കൊന്നും അഭിപ്രായമില്ല, അന്ന് മൂസ നബിയായിരുന്നില്ല. ശ്രമിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുതിരിഞ്ഞ പിതാവ്. നമ്മളാണ് എന്ത് പറയുന്നത്? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്ക് കണ്ട വിളിച്ചു. അവിടെ നിന്ന് പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാക്കി പോയി. പിന്നെ തൊഴിലോടൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെയൊക്കെ എടുക്കുന്നോ ഉറക്കം വരുത്തിയാണ്. സത്യത്തിൽ നിങ്ങളുടെ അഷ്റഫുൽ റസൂലുള്ളാഹി നല്ല പറയാ. അറിഞ്ഞാലേ അള്ളാന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് നല്ല പറയാം. ഇവൻ ആരാ പറയാൻ? ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പോലെ അള്ളാഹു ഉന്നതനാക്കിയ മറ്റൊരു വ്യക്തി ആരാളുള്ളത്? അറിയോ? അറിഞ്ഞാൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് നല്ല പറയാം. ഞാൻ ചോദിക്കട്ടെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, അതായത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ആലിമിനോ സാധാരണക്കാരനോ ഈ ആളിൽ വർത്തമാനം പറയാൻ കഴിയുമോ? നമുക്ക് നമ്മളെ നാക്കുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? നമുക്കതിന് കരവുറപ്പില്ല, നമ്മുടെ നാക്കിനതിന് ഉറപ്പില്ല, നമുക്കത് സാധ്യമല്ല. എന്നാൽ ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളെന്ന് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞു തന്നെയാണ്. അതായത് വേറെ ചില ആളുകൾ ഇവിടെ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വലിയതാകാൻ ശ്രമിച്ചപ്പോ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. റസൂലുള്ളാഹിനെ കാണാൻ വലിയതാകാൻ ശ്രമിച്ചോയെ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് റസൂലുള്ളാഹിനെ കാണാൻ വലിയതാക്കി വെക്കുന്ന ചില പ്രസംഗങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ ഡിസ്കുകൾ ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ സമസ്തരെ ഡിസ്കഷൻ ചെയ്താണ്. ഇത് സമസ്തക്കാർക്ക് മാത്രമേ ഈ വേദനയുള്ളൂ. അള്ളാന്റെ റസൂലിനെ കാണാൻ പോയത് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാര് അള്ളാന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ പോയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, അതൊക്കെ കുറെ ഓടിയതാണ്. ഇവിടെ സിയാറത്ത് ചെയ്യാൻ പോയി. അപ്പൊ ബാബു സലാമിലൂടെ പിന്നെ മൂപ്പര് കടന്നു ചെന്ന് വലിയ തിരക്കാന്നാണ് പറഞ്ഞത്. ആ മൂപ്പര് പറഞ്ഞു ഞാൻ വരൂല, ഞാനിവിടെ വലിയ തിരക്കാണ്. തിരക്കായതുകൊണ്ട് ഞാൻ വരില്ല, അതെന്നെ ആരാധനമല്ലേ. അങ്ങനെ മൂപ്പര് പോന്നു. രണ്ടാമത് മൂപ്പര് സിയാറത്തിന് ചെന്നപ്പോ മൂപ്പര് ബാബു സലാമിന്റെ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്കവിടെ. അതിൽ മൂപ്പര് അവിടെ ഞാൻ നിന്നോലോ. അപ്പൊ റസൂലൊരു മാടി വിളിച്ചോ, എന്നിട്ട് വലിയ കഥകൂടിയൊക്കെ. അപ്പൊ മൂപ്പര് മാടി വിളിച്ചപ്പോ മൂപ്പര് നല്ല പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരൂല, അവിടെ വലിയ തിരക്കാണ്, ഞാൻ മുമ്പേ ഇങ്ങോട്ട് പറഞ്ഞാൽ അവിടെ തിരക്കാൻ ഞാൻ വരൂല. അള്ളാന്റെ റസൂലിനായി പറയുന്നത് ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ കേട്ടവരാണ് നിങ്ങൾ അല്ലേ? അവരുണ്ടല്ലേ? അവരുണ്ടാവും. ഇവിടെ ആകെ ഓടിയ പ്രസംഗം. അപ്പോ ആ രൂപത്തിലുള്ള ആളുകൾ ഒരു ഭാഗത്തുള്ളതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകൾക്ക്, ഇതിന്റെ അനുയായികൾക്ക്, ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുയായികൾക്ക്, ബഹുമാന്യനായ കോയക്കുട്ടി ഉസ്താദിന്റെ അനുയായികൾക്ക് ഞങ്ങളുടെ നാക്കിനാ ഉറപ്പില്ല. അള്ളാന്റെ റസൂലിനെ അറിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് എന്ന് നിങ്ങൾ പറയില്ല എന്ന് പറയാൻ ഈ ഒരുപാട് സമയം ദൈർഘ്യം ഭയന്ന് ഞാൻ നിർത്താം. അതിൽ ആ ക്ലിപ്പിലും മറ്റു പല മൗലവിമാർ പ്രസംഗിച്ചത് തുടർന്ന് ഭാഗമുണ്ട്. ഇതെന്നെ മതിയോ ധാരാളം. അറിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് എന്നല്ല നിങ്ങൾ പറയാം. അങ്ങനെ നബിദിനാഘോഷത്തെ അവർ എതിർത്തു, വിമർശിച്ചു അല്ലേ? റബീഉൽ അവ്വൽ 12 നമ്മുടെ നാടുകളിലൊക്കെ നബിദിനം നടക്കും. വിമർശിച്ചില്ലേ, പരിഹസിച്ചില്ലേ? ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കാന്നാണ് പറഞ്ഞ ചില ആൾക്കാർ. റോട്ടിലെ കുട്ടികൾ മറ്റേ ആ കൊടിയും പൊടിച്ച് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഈ കൊടിയും പൊടിച്ച് പാട്ടും പാടി സ്വലാത്തും ചൊല്ലി പോവുക അല്ലേ? മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. കുറച്ച് ആൾക്കാർ പൊളിച്ചു അല്ലേ? ഇങ്ങനെയൊക്കെയാണല്ലോ പോകല്. ഇത് റോഡ് ബ്ലോക്കാണ്, റോഡ് മാർഗ തടസ്സം ചെയ്യാനെന്നൊക്കെ അവിടെ പ്രസംഗിച്ച് നടന്നത് ചില മൗലവിമാര്. നബിദിനത്തെ അവർ വിമർശിച്ചപ്പോൾ, നബിദിന സദസ്സുകൾ അവർ വിമർശിച്ചപ്പോൾ പല ആളുകളും അവര് പറയുന്നത് കാര്യമാണെന്ന് കരുതി. എന്നാൽ അവര് ആഘോഷിക്കുന്ന ഒരു കോലുണ്ട്, അതൊന്ന് കണ്ടോളിങ്ങള്. പിന്നെ 19
അവരാഘോഷിക്കുന്ന ഒരു കോലുണ്ടാവും. ഓരോ കണ്ടോളി. സലഫി ഫെസ്റ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് നബിദിനാഘോഷമാണ്. നബിദിനാഘോഷത്തിൽ പിന്നെ ആലിമീങ്ങൾ സുന്നികളായ ആളുകൾ നബിദിനം ആഘോഷിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അച്ചടക്കമുള്ള മേടിച്ചു പോയില്ലേ? അത് മൗലവിമാരുടെ സലഫി ഫെസ്റ്റാ. പറയട്ടെ, കുട്ടികൾക്ക് സദസ്യപ്പോൾ വേറെയാണ് വിചാരിച്ചാൽ ഒരു ചാടാൻ തുടങ്ങിയാൽ ഇപ്പോൾ അപ്പൊ കൂടുതൽ പ്രശ്നമായി. ഗാനങ്ങളൊക്കെ പോയി പരിചയമുള്ള ആൾക്കാരേക്കാണല്ലോ. ഇതിപ്പോ ഇട്ടാൽ നമ്മൾ സദസ്സിന് ഹുർമത്ത് കേടാണ്, അല്ലേ? ഹുർമത്ത് കേടാണ്. സുഹൃത്തുക്കളെ, ഇത് ഒരു ആദർശ പ്രസ്ഥാനം തൗഹീദ് പറഞ്ഞു വന്ന് തൗഹീദിനെ വിഭജിച്ച് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും മുശ്രിക്കുകളാക്കാൻ ശ്രമിച്ച ഒരു വിഭാഗത്തിന്റെ ആദർശ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ സലഫി ഫെസ്റ്റാണ് അവരുടെ ആഘോഷം നിങ്ങളെ കണ്ടത്. ഇത് മാപ്പിള നടത്തിയ പരിപാടിയെന്ന് പറയാൻ പറ്റുമോ? ഇവരാ നബിദിന സദസ്സുകൾ വിമർശിക്കുന്നത്. അപ്പൊ ഇവർ വിമർശിക്കുന്നതിന്റെ പിന്നിലുള്ള കളി വേറെയാണ്. ഒക്കെ ജനങ്ങൾ ആദരവ് മുഴുവൻ എടുത്തു കളഞ്ഞ് ഒരു തരം ശൈത്താനിയത്ത് കൊണ്ടുവരണം. ഇതിനുള്ള ശ്രമം നിഷേധിക്കാൻ കഴിയോ കേരളത്തിലുള്ള മൗലവിമാർക്ക്? അവർ നടത്തിയ ഫെസ്റ്റാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ മുൻകാലത്ത് നമ്മുടെ പൂർവികർ നിർമ്മിച്ച പള്ളികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള ഒരു അവസരമില്ല. അതിനുള്ളൊരു പ്രത്യേകമായ ഒരു ഭാഗം അവർ ഒഴിച്ചിട്ടില്ല. കാരണം സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് അവർക്ക് ഒരു പ്രതിഫലമില്ലാത്തൊരു കാര്യമാണ്. ചില സമയത്ത് അത് ഹറാമുമാണ്. എന്നാൽ പുരുഷന്മാർക്കാണ് പള്ളിയിൽ നിസ്കരിക്കേണ്ടതും അതിന്റെ ശ്രദ്ധയും അതിന്റെ പുണ്യവും കൂലിയും. സ്ത്രീ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏത് പള്ളിയിൽ? മസ്ജിദുൻ നബവിയിൽ, മസ്ജിദുൽ ഹറാമിൽ ലക്ഷക്കണക്കിന് പ്രതിഫലം ഇരട്ടി ലഭിക്കുന്ന പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ സ്ത്രീ അവരുടെ വീടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാലാണ് കൂലി കൂടുതലെന്ന് ലോകൈക ഗുരു ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് സ്വലാത്ത് കാണുന്നത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. ഇവിടെ അവര് കൊണ്ടുവന്ന മറ്റൊരു മുസീബത്താണ് സ്ത്രീകൾ മുഴുവൻ പള്ളിയിലേക്ക് കൊണ്ടുവരണം. സുഹൃത്തുക്കളെ, കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത്. MCC അഹമ്മദ് മൗലവി എന്ന അവരുടെ പൂർവ്വകാലത്തെ നേതാവുണ്ട്. അയാൾ എഴുതി വെച്ചിരുന്നത് നിങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോലും നിർബന്ധമാണ്, വാജിബാണ്. ആണുങ്ങളെ പോലെ പെണ്ണ് പള്ളിയിൽ പോലും നിർബന്ധമാണ് എന്നാണ് എഴുതി വെച്ചത്. അവർക്കെന്ത് ഈ വിഷയത്തിൽ ഉറച്ച വാദമല്ല, ഒരു മൗലവിന്റെ വാദമാണ്. മാത്രമല്ല, ഈ മൗലവി വേറെ രസം കൂടി. ഈ മൗലവിയാണ് മുമ്പ് ജുമുഅ ഉച്ചയ്ക്ക് മുമ്പാണ് നടത്തേണ്ടിയെന്ന് പറഞ്ഞു. ജുമുഅ ഉച്ചയ്ക്ക് മുമ്പ് നടത്തണം. MCC അഹമ്മദ് മൗലവി. ഈ മൗലവി പറഞ്ഞ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന നിർബന്ധമാണ്. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ്. എന്തെല്ലാം പറഞ്ഞു കൂട്ടി ഇവിടെ. ആ കാലത്തൊന്നും ക്ലിപ്പില്ലാഞ്ഞ ഓരോ ഭാഗ്യം. ആ കാലത്തൊന്നും വീഡിയോ ക്ലിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ഓരോ ഓടലുമ്പോ തല പോയില്ല. ആ കോലത്തിലുള്ള വർത്താനങ്ങളോട് പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ദീൻ വന്ന നമ്മുടെ കേരളത്തിൽ ഒരു പെണ്ണ് പള്ളിയിൽ പോയ ചരിത്രം എന്താണെന്നറിയുന്നത്? ഒരു പെണ്ണ് ആദ്യമായി പള്ളിയിൽ പോകുന്നത് വെള്ളാറമ്പാട് ഖദീജ കുട്ടിയാണ്. ഓള് ഗോദായിക്കാരത്തിയാണ്. 1950കളിലാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല, പുടവ എഴുതിയതാ. പുടവ മുജാഹിദ് മാസികയായ പുടവ എഴുതിയതാ. ഖദീജ കുട്ടിയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് ആദ്യമായി കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയത് 950. അതുവരെ പോയിട്ടില്ല. അതിനർത്ഥം അത് മാലിക് ബിൻ ദീനാർ കൊണ്ടുവന്ന ദീൻ അക്കാലത്തും പോയിട്ടില്ല. 950 വരെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലും മുസ്ലിം ഉമ്മത്തിൽ അവർ വസ്വാസം ഉണ്ടാക്കി.
മാത്രമല്ല നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ മുഴുവനും അവർ പരിഹസിക്കുകയും അതിനൊക്കെ അവർ വെട്ടിച്ചുരുക്കലുകളും നടത്താൻ ശ്രമിച്ചു. നിസ്കാര ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ട്, കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. നമ്മൾ പല സദസ്സ് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, നമ്മുടെ ഏത് സദസ്സിലും നമ്മൾ പ്രാർത്ഥന നടത്തിയേ തുടങ്ങുള്ളൂ. ഇവിടെയും പരിപാടി നടത്തിയപ്പോൾ നമ്മൾ ദുആ തുടങ്ങിയതില്ലേ? ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയമായ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സദസ്സ് ആദ്യം നടന്നത്. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഏത് പരിപാടി നടക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുകയാണെങ്കിൽ ദുആ ചെയ്തേ തുടങ്ങുള്ളൂ അല്ലേ? എന്ത് ചെയ്താലും നമ്മൾ ദുആ ചെയ്തേ തുടങ്ങുള്ളൂ. നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ നാട്ടിലൊരു മുജാഹിദ് മുജാഹിദാൻ തിരിച്ചറിയൽ എങ്ങനെ? നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം എണീക്കുകയാണെങ്കിൽ ഇപ്പം സംഗതി കഴിച്ചിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം അവിടെ ഇരുന്നൂടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും നല്ല സമയം ദുബറ കുല്ലി സ്വലാത്തിൻ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളുടെ ശേഷമാണ്, ശേഷമുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഒരു മുജാഹിദ് മൗലവി കൂട്ടു പ്രാർത്ഥന എതിർക്കുന്ന മൗലവി സലാം വീട്ടിയാൽ രണ്ടാം സലാം റോട്ടുമല നല്ല കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തെ വഴിതിരിച്ചു വിടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ പ്രാർത്ഥനകളെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊന്ന് കണ്ടുനോക്കിയാൽ 20 മനുഷ്യന്മാരെ ഒരാൾ ദുബായിൽ പോകണമെങ്കിൽ അന്നേക്കും അവിടെ അൽഫാത്തിയ, പലക്ക് കുറ്റിയടിക്കാൻ അൽഫാത്തിയ, പലക്ക് കട്ടിൽ വെക്കുമ്പോൾ അൽഫാത്തിയ, പുതിയ പലി കൂടുമ്പോൾ അൽഫാത്തിയ, അച്ഛന് പോകുമ്പോൾ അൽഫാത്തിയ, പുതിയ പറഞ്ഞ അൽഫാത്തിയ, പുതിയ പറഞ്ഞ അൽഫാത്തിയ, അച്ഛന് പോകുമ്പോൾ അൽഫാത്തിയ, തിരിയാനും ഇബ്ലീസുകൾക്ക് ഒരു തിരിയാനും ഒരു സ്ഥലം കിട്ടില്ല. ശരിയല്ലേ? ഇബ്ലീസുകൾക്ക് പിശാചികൾക്ക് ദുആ ചെയ്യുമ്പോൾ ദുആ മജ്ലിസുകളിൽ സദസ്സുകളിൽ തിരിയാനും പറയാൻ പറ്റില്ല. ഒരു സംശയം അക്കാര്യത്തിലില്ല. സുന്നികളെ കുറിച്ച് മൗലവി ആക്ഷേപിച്ച് പ്രസംഗിക്കാണ്. ഒരു പേരിൽ ജനിച്ചാലും അൽഫാത്തിയ, മരിച്ചാലും അൽഫാത്തിയ, കല്യാണത്തിന് അൽഫാത്തിയ, ദുആ എന്ന് തുടങ്ങണേനാണ് ഈ പറയുന്നത്. നമ്മൾ ദുആ ചെയ്യും, പ്രാർത്ഥിക്കും, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ നമ്മള്. ഏത് സമയത്തും ദുആ ചെയ്യുന്നവരാ നമ്മള്. ഒരു മുഅ്മിനിന്റെ അടയാളവുമാണത്. പ്രാർത്ഥന അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പരിഹസിക്കാം. അപ്പൊ ഒരു ദ്വാരക്കണില്ലേ ആണ്ട് ഓരോ ദ്വാരക്ക് കാണിച്ചു തരാം. നമ്മൾക്ക് ദ്വാരക്കണിനല്ല അവർക്ക് പ്രശ്നം. നമ്മൾ ദ്വാരക്കണിനല്ല അവർക്ക് പ്രശ്നം. ഓരോ ദ്വാരക്കുമ്പോൾ ദ്വാരക്കാത്തതാ പ്രശ്നം. നിങ്ങൾ അൽഫാത്തിയെ കുറിച്ച് ദ്വാരക്കണില്ലേ, അതിലാകുമ്പോൾ അവർക്ക് പ്രശ്നം. അവരുടെ ദ്വാര നിങ്ങൾ കാണണം. അങ്ങനെ നമ്മൾ ദ്വാരക്കാത്ത പ്രശ്നമാണ്. അത് നിങ്ങൾ കണ്ടോളി. 19 ഓരോ ദ്വാര കണ്ടോളി. 19 പിന്നെ 21 സലഫി ഫെസ്റ്റിന് ദുആ ചെയ്യാണ്. 2006 സലഫി ഫെസ്റ്റ് 2006 അല്ലെങ്കിൽ സകല സ്തോത്രങ്ങളും പരമകാരുണ്യവാൻ ദാക്ഷിണ്യനികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി നിയതമാരാധിപ്പോ ഞങ്ങളങ്ങയെ. ടീം വരും ഓരോ പരിപാടി ചോദിച്ചു. നമ്മളെ മുജാഹിദ് ഗവൺമെന്റ് പ്രാർത്ഥനയാണെന്നുള്ളത് ഓരോട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഓരോ കുട്ടികളല്ലേ ദ്വാരക്കണത്. ദ്വാരക്ക് ജാപത്ത് കിട്ടാൻ എളുപ്പത്തിനായിരിക്കണം. ഏതായാലും അങ്ങനെ നമ്മൾ ദ്വാരക്കാത്തതാണ് സുഹൃത്തുക്കളെ അവരെ പ്രശ്നം. ഇതൊന്നും നിഷേധിക്കാൻ കഴിയില്ല മുജാഹിദ് പുരോഹിതന്മാർക്ക്. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ജൂതന്മാര് എപ്രകാരം വികൃതമാക്കിയോ ആ രൂപത്തിൽ വികൃതമാക്കി കേരളത്തിലുള്ള മുജാഹിദ് വിഭാഗം, മുജാഹിദ് മൗലവിമാർ, ജൂത പണ്ഡിതന്മാർ ചെയ്ത പണി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ഏർപ്പാട് ഈ കോലത്തിൽ സുന്നികൾ ദുആ ചെയ്യണില്ല. അവിടെ ഓരോ പ്രശ്നം കിടക്കുന്നത് അൽഫാത്തിയെ കുറിച്ച് വരയ്ക്കുന്നതാണ് ഓരോ പ്രശ്നം കിടക്കുന്നത്. അതുപോലെ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ഗുരുമത്തോട് അറിയില്ലേ,
സുബഹി നിസ്കരിക്കുമ്പോൾ നമ്മൾ കുനൂത്ത് ഓതും. ഈ കുനൂത്തിനെ കുറിച്ച് മുജാഹിദ് മൗലവിമാർ, പൂർവികരായ മൗലവിമാരുണ്ടല്ലോ, ഉമർ മൗലവി, പൂർവികരായ മുജാഹിദ് മൗലവിമാർ, മുജാഹിദ് നേതാക്കന്മാരുടെ അഗ്രഗണ്യനായ ഒരു നേതാവ്, ഇന്നും അവർ വളരെ ആദരിക്കുന്ന ഉമർ മൗലവി. ഈ ഉമർ മൗലവി കുനൂത്ത് ബിദ്അത്താണെന്ന് പറയുന്ന ആളായിരുന്നില്ല. മൂപ്പരോട് ഒരു ചോദ്യം ചോദിച്ചു, സുബൈക്ക് കുനൂത്ത് ഓതുന്ന ആളൊപ്പം നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ വിശ്വാസമില്ലാത്ത ആൾ എന്താ ചെയ്യേണ്ടത്? അതിന് മൂപ്പര് പറഞ്ഞ മറുപടി അതിലാറെ വലിയ രസമാണ്. അതെന്താ നിങ്ങള് കുനൂത്ത് ഓതുന്ന ഇമാമിനെ ഒരാൾ തുടർന്ന് നിസ്കരിച്ചാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ലെന്ന് തോന്നുന്നു. ഇതാ മുമ്പ് പറഞ്ഞു. ഇനി ഓരോരുത്തർക്കും അവരുടെ മനസ്സമാധാനം പോലെ തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് കുനൂത്തിൽ പങ്കെടുത്താലാണ് മനസ്സമാധാനം എന്നുണ്ടെങ്കിൽ ഓന് പങ്കെടുക്കാം. വേറൊരുത്തിന് പങ്കെടുക്കേണ്ടാന്നാണ് മനസ്സമാധാനം, എടുക്കാതിരിക്കുമ്പോഴാണ് മനസ്സമാധാനം, ഓൻ പങ്കെടുക്കേണ്ട. ഒരു മൗലവിനോട് ഫത്വ ചോദിക്കാൻ ഒരു വിഷയത്തിന് മറുപടിയാണത് ഉമർ മൗലവിന്റെ. ഇവരെ കളി കൂടാത്താണ്, ഇവരെ വലിയ സമുന്നതനായ നേതാവാണ്. മൂപ്പരോട് ചോദിക്കണം, അല്ല മൗലവി കുനൂത്ത് ഓതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതാണ്? അതിനുള്ള മറുപടി, കുനൂത്ത് ഓതുമ്പോ കുനൂത്ത് ഒരാൾക്ക് മനസ്സമാധാനം എങ്ങനെ കിട്ടണം അതിനനുസരിച്ച് ചെയ്യാം. ഓതലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓതിക്കോട്ടെ, ഓതാതെക്കലാണ് മനസ്സമാധാനം, ഓതണ്ട. ഇങ്ങനെ മറുപടി മൂപ്പർ പറഞ്ഞു. ഈ മറുപടിയെ കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ചോദ്യകർത്താക്കൾ കൊണ്ടുവരും. അതിനെക്കുറിച്ച് മുമ്പ് പ്രതികരിച്ച കൂട്ടത്തിൽ എഴുതിയതാണ്. അതുകൊണ്ട് അത് ബിദ്അത്തോടെ അത് ബിദ്അത്താണെന്ന് മുറിച്ചു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അയഞ്ഞ നിലപാട് സ്വീകരിക്കുന്നത്. ഒരു ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം ശാഫിഈയും കൂട്ടരും ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആക്ഷേപിക്കുകയും വേണ്ട. ഇതാണ് എന്റെ നിലപാട്. സൽസബീൽ 1999 മാർച്ച് പേജ് 2. ഉമർ മൗലവിന്റെ അഭിപ്രായം, നമ്മുടെ നാട്ടിലുള്ള മുജാഹിദീങ്ങളെ കുനൂത്ത് ഓതുമ്പോ എന്താ ചെയ്യല്? നാട്ടില് ചിലവർക്കൊക്കെ ഇപ്പോൾ ഒരു പുതിയൊരു നമ്പർ ഇറക്കുന്നുണ്ട്. ഈ പറഞ്ഞ തോന്നുന്ന പോലെ ചെയ്യേക്കാരം നമ്മൾ കുനൂത്ത് മൂലാണ് നേരക്കണം. എന്ത് എഴുത്തിദാല അല്ലത്, എഴുത്തിദാലാണോ? ഇമാം എഴുത്തിദാലിന് പോയി കഴിഞ്ഞിട്ടും ഇവൻ ഏത് നൃത്തത്തിലാണോ നിൽക്കണം എന്ന് അറിയുന്നില്ല. എഴുത്തിദാലോട്ട് അല്ലാനോ സുജൂദിലോട്ട് എത്തിയിട്ടില്ല. ഈ കോലത്ത് ഇങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ജമാഅത്തുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, മുജാഹിദീങ്ങളും ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെ അറിയാം? തോന്നുന്നത് ചെയ്യാനല്ലേ മൗലവിമാരുടെ ഫത്വ. അപ്പൊ കുനൂത്ത് ഓതുന്നതിനും പൂർവികരായ ഇവരുടെ മൗലവിമാർ പോലും ബിദ്അത്താണെന്ന് പറയാനുള്ള മനസ്സനുവദിക്കില്ല കെ ഉമർ മൗലവി. എന്നാൽ ആധുനിക മുജാഹിദ് പ്രഭാഷകരിൽ ഒരു ലൈസൻസും ഇല്ലാത്ത, ഒരു വിവേകവും ഇല്ലാതെ പ്രസംഗിക്കുന്ന അവരുടെ വായാടിയായ പ്രഭാഷകൻ മുജാഹിദ് ബാലുശ്ശേരി, അയാള് കുനൂത്തിനെ കുറിച്ച് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്ന് കേട്ടു നോക്കൂ. 22. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശപ്പെടുത്തുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലയ്ക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ, സുബ്ഹാനല്ലാഹ്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്. കുനൂത്ത് ബിദ്അത്ത് അല്ല എന്നാണ് മൗലവി, നിങ്ങളുടെ ആചാര്യനായ ഉമർ മൗലവി ഫത്വ കൊടുത്തിട്ടുള്ളത്. ഇത് പുരാൻ അറിയില്ല. എന്തോ മാറ്റർ ആരോ ഉണ്ടാക്കി കൊടുത്തത്. ഇത് കുത്തുബയാണ്, മിമ്പറിൽ കയറി കുത്തുബയാണ് പോകുന്നത്. മുജാഹിദ് പള്ളി, തിരുവനന്തപുരത്തെ മുജാഹിദ് പള്ളിയിലെ കുത്തുബയാണ് നിങ്ങളാ കേൾക്കുന്നത്. ഈ ആര് നോണ മിമ്പറിൽ കയറി പറയാമോ എന്റെ ജുമാന്റെ സ്ഥിതി എന്തേക്കാരം? ഇതൊക്കെയാണ് കേരളത്തിലുള്ള മുജാഹിദ് നേതാക്കന്മാരുടെ 100 കൊല്ലം ചെയ്തു കൂട്ടിയ പണിയിൽ പറഞ്ഞത്. 100 കൊല്ലം ഒരു ചെയ്ത സേവനങ്ങളാണ് അതൊക്കെ. വ്യഭിചരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ തിന്മ കുനൂത്തോതലാണ്. തലന്റെ ഉള്ളിൽ ആൾപ്പാർക്കുള്ള അന്നം തിന്നണമെന്ന് പറയാൻ കഴിയുമോ സുഹൃത്തുക്കൾ? അങ്ങനെ പറയോ? എന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഒരു ലൈസൻസും ഇല്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുജാഹിദുകൾക്ക് ഈ അപജയം സംഭവിച്ചത്? അവരത് തിരിച്ചറിഞ്ഞു. മുൻഗാമികളെ തള്ളി അവർ സ്വന്തം ഖുർആനും ഹദീസും ഗവേഷണം ചെയ്യാൻ തുടങ്ങി.
അതവർ തിരിച്ചറിഞ്ഞു. സംഘടനയിൽ പ്രശ്നങ്ങൾ വന്നു. 2001 പുളിക്കൽ വെച്ച് അവരുടെ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ വെച്ച് മുജാഹിദ് നേതാക്കന്മാർ കൂടിയിരുന്നു കൊണ്ട്, ഇത് ഒരു ഗ്രൂപ്പും അല്ല, 2 ഗ്രൂപ്പ് ഒന്നായിരുന്ന സമയത്തെടുത്ത തീരുമാനമാണ്. അവര് അവിടെ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു. അവരുടെ സംഘടനയെ കുറിച്ച് ഒരു തീരുമാനമെടുത്തു. ആ യോഗ തീരുമാനങ്ങളിൽ ഒന്നാമത്തെ തീരുമാനമായി അവര് പറഞ്ഞതെന്താണെന്നറിയുമോ? ഇനിമേൽ വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടത് സച്ചരിതരായ സലഫിന്റെ മാർഗത്തിലൂടെയാണ് എന്ന്. സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ടത് എന്ന് മുജാഹിദ് വിഭാഗം പുളിക്കൽ ചേർന്ന അവരുടെ മദീനത്തുൽ ഉലൂമിൽ ചേർന്ന അവരുടെ യോഗത്തിൽ അവരെടുത്ത തീരുമാനമാണ്. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് യോഗം അംഗീകരിച്ചു. 2001 മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കാൻ പോയി. അതിന്റെ മുമ്പ് അവരുടെ സ്ഥിതി എന്തായിരുന്നു? അവരുടെ സ്ഥിതി അവർക്ക് തോന്നുന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്നും മടവൂർ വിഭാഗത്തിൽ അബ്ദുസ്സലാം സുല്ലമയൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഒരാൾക്ക് എന്താ തോന്നണമെന്നുണ്ടെങ്കിൽ ഓന് തോന്നണെ മനസ്സിലാക്കാതെ പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ പറഞ്ഞു അത് പറ്റില്ല, നമ്മൾ വിവരം കുറഞ്ഞവരാണ്, ഒരുപാട് സൂക്ഷ്മത കുറവ് നമുക്കുണ്ട്, നമ്മളതിന് യോഗ്യരല്ല, ഒരു ഗവേഷണം ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഒരുപാട് കഴിവുകൾ അയാളിൽ ഉണ്ടാകണം. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ള നമ്മുടെ പൂർവികർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ ഗവേഷണം ചെയ്ത് അവരൊക്കെ ഇസ്തിംബാത്ത് ചെയ്ത് ഖുർആൻ ഹദീസിൽ നിന്ന് ഒരുപാട് മസലകൾ പഠിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള മാർഗം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ വഴിക്കാണ് നടന്നാൽ മതി നമ്മൾ പറഞ്ഞപ്പോ മുജാഹിദ് മൗലവിമാർ ഇവിടെ വന്നുകൊണ്ട് സ്വന്തം ഗവേഷണത്തിന് ആളുകളെ പ്രേരിപ്പിക്കുകയും മറ്റും ചെയ്തു. ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞവർ അധിക്ഷേപിച്ചു. സംഘടനയിൽ പ്രശ്നമായി അണികളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വന്നപ്പോ ഒരു മൗലവി പ്രസംഗിക്കാതെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 24 തഖ്ലീദ് ചെയ്യാൻ ശാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്യാൻ പരിഹരിച്ചവരാണ്. അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല. അത് സ്വീകരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജമാഅത്തിന്, നമ്മുടെ സംഘത്തിന്, നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്, നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാകുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരെ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അല്ലാഹുവിന്റെ മുന്നിൽ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിന്നെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു ഈ കൊല്ലുന്ന